Hello? Hello, police control room? No, it's wrong number. Wrong number! 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 ചത്തത് മുറുക്കാൻ കിടക്കാരൻ ജോസ് ആയിരിക്കും. കുറെ നാളായിട്ട് തളർവാദമായിട്ട് കിടക്കുകയാണെന്ന് കേട്ടു. എന്നാൽ ഇത്ര പെട്ടെന്ന് അവന്റെ കാറ്റ് പോയോ? സിഗരറ്റിനും ബീഡിക്കും ഒക്കെ തോന്നിയ പോലെ കാശ് പിടിങ്ങിയ ഇങ്ങനെ ഇരിക്കും. ഗുഡ് മോർണിംഗ് ഫാദർ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് സാർ. ഇതുവരെ ഐഡന്റിഫൈ ചെയ്യാൻ കഴിയാത്തൊരു ബോഡി ഇന്നലെ രാത്രി മോർച്ചറിയിൽ നിന്നും കളവ് പോയി. ആരെയാണ് ഇപ്പോൾ ഇവിടെ അടക്കം ചെയ്തത്? ജോൺ എന്നാണ് പേര് പറഞ്ഞത്. ഓഹോ. അദ്ദേഹത്തിന്റെ ഭാര്യ ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ എവിടെ? സ്വന്തം നാട്ടിലുള്ള പള്ളിയിലേക്ക് കൊണ്ടുപോകാൻ നിവൃത്തിയില്ലെന്നും പറഞ്ഞ് ആ കുട്ടി കരഞ്ഞപ്പോ ഞാൻ കൂടുതലൊന്നും തിരക്കിയില്ല. അയാൾ കൊല ചെയ്യപ്പെട്ടതായിരുന്നു. ഫാദർ, എന്റെ കാര്യമൊന്ന് ഓർമ്മിപ്പിച്ചാൽ. മിണ്ടാതിരിക്കൂ. അടുത്ത മാസം ഒരു ഇന്റർവ്യൂ ഉണ്ട്. ഫാദർ നിർബന്ധിച്ചാൽ കമ്മീഷണർ എന്നെ കൈവിടിയില്ല. ഞാൻ വീണ്ടും വരാം. എന്റെ കാര്യം
അവിവേകമാണെങ്കിൽ ഫാദർ ക്ഷമിക്കണം. ഉം. ഫാദർ ഒരു വർഗീയവാദിയാണോ? ഹിന്ദുവായ ഞാനൊരു കരപറ്റി പോകുന്നതിൽ ഫാദറിന് കണ്ണടിയുണ്ടല്ലേ? ഈ ലോകത്ത് ഒരു വർഗമേ ഉള്ളൂ, മനുഷ്യവർഗം. എങ്കിൽ പിന്നെ കമ്മീഷണറോട് എന്റെ കാര്യം പറയാമായിരുന്നല്ലോ. കേസ് അന്വേഷിക്കാൻ വരുമ്പോഴാണോ പോലീസ് ആളെടുക്കാൻ പറയുന്നത്? ഇങ്ങനെ നേരവും കാലം നോക്കിണ്ടിരുന്ന എന്റെ ഗതി അതോ ഗതി. രാമദാസൻ വലിയ തിടുക്കക്കാരനാ. എല്ലാത്തിനും ഒരു ക്ഷമയൊക്കെ വേണ്ട കുഞ്ഞെ. മുട്ടുവിൻ തുറക്കപ്പെടും എന്നല്ലേ ഫാദർ പ്രമാണം? ചുമ്മാ മുട്ടി നോക്കണം. നേരെ ഒരുപാടായി. താമസിച്ചെന്നാ മുതലാളി വാഴെടുക്കും. ഞാൻ പോട്ടെ ഫാദർ. ആ നില തനിക്കൊരു വിചാരമുണ്ട്, ഞാനൊരു മണ്ടനാണെന്ന്. ഈ പാലത്തിന്റെ അടിയിൽ കൂടെ ഒരുപാട് വെള്ളം ഒഴുകിയതാ കേട്ടോ. ചെല്ല്. ശോഭേ, സെമിത്തേരിയിലെ ശോകമുഖമായ അന്തരീക്ഷമായിപ്പോയി. ഭാവിയിലെ പോലീസ് ഉദ്യോഗസ്ഥന്റെ മുഖത്ത് നോക്കിയല്ലേ ഷട്ടപ്പ് പറഞ്ഞത് എന്നോർത്തോളൂ. ഭാവിയിലെ ആര്? പോലീസ് ഉദ്യോഗസ്ഥൻ. SI തന്നെ. അതേ കുറിഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. അയ്യടാ, നല്ല ചേലായിരിക്കും. എന്തൊരു നീളോ മണ്ണോ. SI കൊള്ളാം. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഒരു ദിവസം കാത്തിട്ടുണ്ടെന്ന് നിന്നെ അറസ്റ്റ് ചെയ്യും. എന്നെ അറസ്റ്റ് ചെയ്യാനാണോ SI ആവുന്നത്? അത് വേണ്ടല്ലോ. ശോഭയെ പണ്ടേ അറസ്റ്റ് ചെയ്ത് ഈ ലോക്കപ്പിലാക്കിയതല്ലേ. തൊപ്പി കിട്ടിയ അന്ന് തന്നെ ഞാൻ നാട്ടിലൊന്ന് പോകും. എന്നെ 7ാം കൂലിയായി കരുതുന്ന എന്റെ അച്ഛനെ ഒന്ന് വിരട്ടണം. പിന്നെ ആ സൂര്യ ടെക്സ്റ്റൈൽസ് ഉടമ നാരായണപിള്ള, അയാളെ ഞാൻ സ്റ്റേഷനിലിട്ട് ഊരിട്ടി കൊല്ലും. ജോലി തന്നതിനുള്ള നന്ദിയായിരിക്കും. പിന്നെ മഹാഭാരതം പോലെ കണക്കെഴുന്നതിന് 400 ഉലുവയാ തരുന്നത്. അപ്പൊ SI ചെയ്യാൻ ജോലി എത്രയുണ്ട്? ആ പിന്നെ കുറെ നാളായിട്ട് കമ്മീഷൻ എന്നെ കുരങ്ങളിപ്പിക്കുക. നിവർത്തിയില്ലെങ്കിൽ ഞാൻ അയാളെയും തട്ടും. ഈ കാക്കി കുപ്പായെന്ന് പറഞ്ഞാ എനിക്കൊരു തരം ഭ്രാന്താ ശോഭ. എന്റെ ചേട്ടന് പോലീസുകാരെ ഇഷ്ടമല്ല. അത് നിന്റെ ചേട്ടൻ വല്ല മോഷണ കേസിലും പെട്ട് പോലീസുകാരെ നല്ല പട കിട്ടിയിരിക്കും. എന്റെ ചേട്ടന് ദാസേനെ പോലെ അത്രയും ഗതികേടൊന്നുമില്ല. നല്ല അന്തസ്സുള്ളൊരു ജോലിയുണ്ട്. അത് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ആളിനെ കണ്ടാ പറയാം അന്തസ്സുണ്ടോ ഇല്ലയോ എന്ന്. എന്താ അത്ര ചിരിക്കാനുള്ളത്? ഞാൻ ശോഭയും തമ്മിൽ പ്രേമം തന്നെ. തടസ്സപ്പെടുത്താൻ ഇറങ്ങിക്കൊള്ളു. ചെല്ലു ജീവിതം മുഴുവൻ ടൈപ്പ് അടിച്ച് തുടങ്ങി. വൈകിട്ട് ഫോൺ ചെയ്യണേ. ആ ഹലോ, യെസ്, കമ്മീഷണർ സാമുവൽ ഹിയർ. ഓ മിസ്റ്റർ വർമ്മ, ഹൗ ആർ യു? വരാം. സംതിങ് സീരിയസ്? ഓക്കെ, ഇപ്പൊ തന്നെ വരാം. എന്താ രാമദാസ്? അല്ല, എന്റെ കാര്യം എന്തായി സാർ? നേരായ വിധത്തിൽ അപ്ലൈ ചെയ്യാൻ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നതല്ലേ? പറഞ്ഞിരുന്നു, അപ്ലൈ ചെയ്തിട്ടുണ്ട്. പക്ഷെ സാർ കൂടി ഒന്ന് മനസ്സ് വെച്ചാലേ കാര്യം നടക്കും. ഈ പാവത്തിന്റെ ആഗ്രഹം നടത്തി തരാൻ മറ്റാരുമില്ല സാർ. ഇത്ര പെട്ടെന്ന് കരയുന്നവരെ എങ്ങനെ ഡിപ്പാർട്ട്മെന്റിൽ എടുക്കും? സോറി സാർ. ഡ്രൈവർ, സാർ എപ്പോ തിരിച്ചു വരും? പോ. ഞാനും ഒരു ദിവസം കാക്കിൽ വരും. അപ്പൊ താൻ എന്നെയും കണ്ട് സല്യൂട്ട് ചെയ്യും. അപ്പോഴാക്കണ്ട, ഇപ്പൊ തന്നെ തരാം. വരൂ. വാട്ട് ഹാപ്പൻഡ്? പറയാം, വരൂ. മൈ ഗോഡ്. യെസ്, ഇറ്റ് ഈസ് ലോസ്റ്റ്. താങ്കൾ ഏർപ്പെടുത്തിയ സെക്യൂരിറ്റിയുടെ കണ്ണു വെട്ടിച്ചാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. അവസാന കാലത്ത് ഇത്തിരി മനസ്സമാധാനം കിട്ടാൻ വേണ്ടിയാണ് ഉള്ളതൊക്കെ സർക്കാരിനെ ഏൽപ്പിക്കാമെന്ന് വെച്ചത്. എപ്പോഴാണ് സംഭവിച്ചത്? 3-4 ദിവസങ്ങൾക്ക് ശേഷം ഇന്ന് കാലത്താണ് ഞാൻ ഈ ഭാഗത്തേക്ക് വന്നത്. കനത്ത സെക്യൂരിറ്റി ഏർപ്പാടുള്ളപ്പോ ഞാനെന്തിന് ഭയപ്പെടണം? മിസ്റ്റർ വർമ്മ ഇക്കാര്യം മറ്റാരെങ്കിലും അറിയിച്ചോ? ആദ്യം അറിയിച്ചത് താങ്കളെ തന്നെയാണ്. തൽക്കാലം ഇത് മറ്റാരും അറിയാതിരിക്കുന്നതാണ് നല്ലത്. ലോകത്തിലെ തന്നെ അപൂർവമായൊരു ഡയമണ്ട് കളക്ഷനായിരുന്നു അത്. പ്രപിതാമഹന്മാരുടെ കാലത്തുള്ള ശേഖരം. എന്നുമെന്നും ഈ കുടുംബത്തിന്റെ ഓർമ്മയ്ക്കായി അത് സൂക്ഷിക്കപ്പെടാൻ ആഗ്രഹിച്ചുകൊണ്ടാണ് സർക്കാരിന് മുലകൂട്ടാൻ ശ്രമിച്ചത്. അതൊരു വയ്യാവേലിയായി. ഇനി നിങ്ങളുടെ കോടതി സാക്ഷിക്കൊള്ളും കൈ നിർത്തിയില്ലേ? മിസ്റ്റർ വർമ്മ അപ്സെറ്റ് ആകരുത്. വയസ്സുകാലത്ത് എല്ലാ ദുർവിധികളും എന്നെ പിടികൂടുകയാണ്. ഒരിക്കലും ഉണങ്ങാത്ത ഒരു മുറിവ് മനസ്സിലേൽപ്പിച്ചിട്ട് എന്റെ മകൾ പോയി. 6 മാസത്തിനകം ഇപ്പോൾ ഇതും. മിസ്റ്റർ വർമ്മ എന്നോട് സഹകരിക്കുകയാണെങ്കിൽ
എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയും. പറയൂ. നാം രണ്ടുപേരും മാത്രം അറിയാൻ പാടുള്ള ഒരു പ്ലാനെ പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. നേരത്തെ നിശ്ചയിച്ച പോലെ തന്നെ ഡയമണ്ട് സർക്കാരിനെ ഏൽപ്പിക്കുന്ന ചടങ്ങ് തിങ്കളാഴ്ച തന്നെ നടത്താം. അതിന് ഡയമണ്ട്സ് എവിടെ? ഡയമണ്ട്സ് താങ്കളുടെ കയ്യിൽ തന്നെ ഉള്ളതായി നമ്മൾ ഭാവിക്കുന്നു. ഭാവിച്ചാൽ കൊടുക്കുകയും വേണ്ടേ? വേണ്ട. ചടങ്ങ് നടക്കുന്ന ഹോട്ടലിൽ താങ്കൾ തലേ ദിവസം തന്നെ എത്തുന്നു. ഐ മീൻ വിത്ത് ഡയമണ്ട്സ്. അവിടെ വെച്ചൊരാൾ താങ്കളുടെ കയ്യിൽ നിന്നും ഡയമണ്ട് സൂക്ഷിച്ച ബോക്സ് തട്ടിയെടുത്ത് രക്ഷപ്പെടുന്നു. ആര്? നമ്മൾ ഏർപ്പാട് ചെയ്യുന്ന ഒരാൾ. യഥാർത്ഥത്തിൽ ഡയമണ്ട്സ് തട്ടിക്കൊണ്ടുപോയാൽ ഇതറിയുന്നതോടെ ചിന്താകുഴപ്പത്തിലാകും. മോഷ്ടാക്കളെ വഴിതെറ്റിക്കാൻ താങ്കൾ സൂക്ഷിച്ചിരുന്ന ഡ്യൂപ്ലിക്കേറ്റ് ഡയമണ്ട്സ് ആണ് ആദ്യം കളവ് പോയതെന്ന് നമുക്ക് പ്രസ്താവന ഇറക്കാം. എന്നിട്ട് താങ്കളെ ആക്രമിച്ച് ഡയമണ്ട്സ് തട്ടിക്കൊണ്ടുപോയാളുടെ ഫോട്ടോ നമ്മൾ പത്രത്തിലിടും. യഥാർത്ഥ മോഷ്ടാക്കൾ അയാളെ തേടിപ്പിടിക്കാൻ ശ്രമിക്കുന്നുള്ള കാര്യം തീർച്ചയാണ്. അങ്ങനെ അവരെ ട്രേസ് ചെയ്യാൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. ഡയമണ്ട്സ് തട്ടിക്കൊണ്ടുപോകാൻ ഇത്രയും ബുദ്ധി കാണിച്ച അവർ ഈ നാടകത്തിൽ വീഴുമെന്നാണോ വിചാരം? എളുപ്പമല്ലെന്നറിയാം. അതുകൊണ്ട് തന്നെ ഈ നാടകത്തിന് അല്പം കൂടെ നിറക്കൂട്ട് വേണം. മനസ്സിലായില്ല. നാടകം യഥാർത്ഥമായി തോന്നണമെങ്കിൽ രംഗത്ത് താങ്കൾ മരിച്ചു വീഴണം. അധികം ആളുള്ള ഹോട്ടലാകാൻ പാടില്ല. ഹോട്ടൽ റിസപ്ഷനിൽ വെച്ച് അക്രമിയുടെ വെടിയുണ്ടയേറ്റ് താങ്കൾ അന്ത്യശ്വാസം വലിക്കുന്നതായി അഭിനയിക്കണം. മിസ്റ്റർ കമ്മീഷണർ, ഞാനൊരു നാടകമാണല്ല. ലക്ഷ്യം മഹത്തായിരിക്കുമ്പോൾ നമുക്ക് എന്തും ചെയ്യാൻ കഴിയും. ദയവ് ചെയ്ത് എന്നോട് സഹകരിക്കൂ. ഇനി താങ്കളെ വെടിവെച്ച് വീഴ്ത്താൻ ഒരു നടനെ കൂടെ സംഘടിപ്പിക്കണം. ഈ 3 പേരുമല്ലാതെ മറ്റാരും ഇക്കാര്യം അറിയരുത്. ഞാൻ വീണ്ടും വരാം. സെന്റ് ജോസഫ് ചർച്ചിൽ അച്ഛനെ ചെന്ന് കണ്ടിട്ട് രാമദാസിനെ ഇങ്ങോട്ട് അയക്കാൻ പറയും. എത്രയും വേഗം. അയാൾ താമസിക്കുന്നത് ചർച്ചിനടുത്ത് എവിടെയാണ്? അച്ഛൻ പറഞ്ഞു തരും. എന്തൊക്കെയാണ് ചാക്കോ ഞാൻ കേൾക്കുന്നത്? ഒന്നും ഉണ്ടായില്ല അച്ചോ. നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് ക്രിസ്തു പറഞ്ഞിട്ടുണ്ടല്ലോ. അന്നക്കുട്ടി എന്റെ അയൽക്കാരിയാണ്. ഞാൻ അവളെ സ്നേഹിച്ചു. ആ സ്വാതന്ത്ര്യം കൊണ്ട് ഞാൻ അവളുടെ കയ്യിൽ കയറി പിടിച്ചു. അതൊരു തെറ്റാണോ അച്ചോ? മഹത് വചനങ്ങൾ തന്നെ പോലുള്ളവർ ദുർവ്യാഖ്യാനം ചെയ്യുമെന്ന് കർത്താവിന് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അയൽക്കാരനെ സ്നേഹിക്കാൻ പറഞ്ഞത്. അല്ലാതെ അയൽക്കാരെ സ്നേഹിക്കാൻ ആര് പറഞ്ഞു? ഒരക്ഷരത്തിന്റെ വ്യത്യാസമല്ലേ. ക്ഷമിച്ചേളാ. രാംദാസിനോട് കമ്മീഷന് ചെല്ലാൻ പറഞ്ഞിട്ട്. സാറൊന്നില്ലേ? ഇല്ല. തന്നെ കമ്മീഷണർ അന്വേഷിച്ചെന്ന്. ഇത് മറ്റേ തന്നെ കാക്കി തൊപ്പി വെച്ച് ഞാൻ വരവുണ്ടോ? അച്ഛന്റെ ചെല്ലക്കുട്ടിയുടെ പറഞ്ഞതേ രാംദാസൻ SI ആവാൻ പോണെന്ന്. വണ്ടിയിട് വണ്ടിയിട്. ഗുഡ് മോർണിംഗ് സാർ. മോർണിംഗ്. പോയിക്കോളൂ. കാരണം ഇതാരുടെ വീടാണ് സാർ? ഇരിക്കൂ. വേണ്ട സാർ. ഇരിക്കാൻ. മിസ്റ്റർ രാമദാസിന് ഒരാളെ കൊല്ലാൻ കഴിയുമോ? അയ്യോ ഇല്ല സാർ. എന്താ, ഭയമാണോ? അല്ല, ഒരാളെ കൊല്ലുന്നത് പാപമല്ലേ? അപ്പോൾ പുണ്യം കിട്ടുമെങ്കിൽ ഒരാളെ കൊല്ലാൻ ഭയമില്ലെന്നാണോ? അയ്യോ അതല്ല സാർ. ഈ ഇന്ത്യൻ പിനൽ കോഡ് 300 കയർ കഴുത്തില് ഇങ്ങനെ. അപ്പോ എല്ലാ രീതിയിലും നിങ്ങളൊരു ഭീരുവാണ്. അല്ല സാർ. പിന്നെ പാപഭയം ഒരു വശത്ത്, പീനൽ കോഡും കയറും വേറൊരു വശത്ത്. അത് സാറ് പറഞ്ഞ എനിക്ക് ഭയമില്ല. കൊല്ലണോ കൊല്ലാം, തല്ലണോ തല്ലാം. പക്ഷെ എനിക്ക് എങ്ങനെയെങ്കിലും SI ആയി കിട്ടിയാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങളൊരാളെ കൊല്ലേണ്ടി വരും. പേടിക്കണ്ട, കൊല്ലുന്നതായി അഭിനയിച്ചാൽ മതി.
ആഹാ, അത്രയേ ഉള്ളൂ. അതൊരു പ്രശ്നമേ അല്ല. ഒരു കേസ് തെളിയിക്കുന്നതിന് വേണ്ടിയാണ് ഞാനും മിസ്റ്റർ രാമദാസും മരിക്കുന്നതായി അഭിനയിക്കുന്ന ആളും മാത്രം അറിയുന്ന ഒരു രഹസ്യ നാടകം. മിസ്റ്റർ രാമദാസിനെ എനിക്ക് വിശ്വസിക്കാം. ഒരു ചാൻസ് നോക്കണം സാർ. വിശദാംശങ്ങൾ ഞാൻ പിന്നീട് പറയാം. എന്റെ നിർദ്ദേശം കിട്ടാതെ ഇനി നിങ്ങൾ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാനോ ആരെയെങ്കിലും കാണാനോ പാടില്ല. ഏറ്റു. സംഭവത്തിന് ശേഷവും നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും. ഉം. ഇവിടെ വായിക്കാൻ പുസ്തകങ്ങളുണ്ട്. അപ്പൊ ശാപ്പാടിന്റെ കാര്യം? അടുക്കളയിൽ എല്ലാ സംവിധാനങ്ങളുമുണ്ട്. വാർത്തകൾ കേൾക്കാൻ ടിവിയുമുണ്ട്. ഓക്കെ? എന്നാൽ ഞാൻ രാത്രി വീണ്ടും വരാം. എന്റെ സമയം തെളിഞ്ഞു. സാർ, അടുത്ത മാസമാണ് ഇന്റർവ്യൂ. പോലീസുകാർക്കും ഡോക്ടർമാർക്കും രാത്രിയുമില്ല പകലുമില്ല. ഞങ്ങൾ ബിസിനസ്സുകാർ അല്പം സുഖിയന്മാരാ. അതുകൊണ്ട് ഞാൻ കിടക്കാൻ പോണം. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. ജോയ്സാൻ പറയുന്ന ഒന്നും എനിക്ക് പിടികിട്ടുന്നില്ല. എന്തിനാ ഇപ്പൊ ശവം? ഞാൻ പറയുന്നത് നീ കേട്ടാൽ മതി. ഒരു കേസന്വേഷണത്തിന് വേണ്ടിയാണ്. പക്ഷേ സംഭവം കോൺഫിഡൻഷ്യൽ ആയിരിക്കണം. ഫോറൻസിക് വിഭാഗത്തിന്റെ ചാർജ് ഇപ്പോൾ നിനക്ക് തന്നെയല്ലേ? അതെ. മോളെ, നീ കോവിലകത്തെ ഉദയവർമ്മയെ അറിയില്ലേ? അദ്ദേഹം മരിച്ചതായി ഒരു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അദ്ദേഹത്തിന്റെ ശവത്തിന് പകരം സംസ്കരിക്കാൻ ഒരു ഡെഡ് ബോഡിയും എനിക്ക് വേണം. കുഴപ്പമൊന്നുമില്ലല്ലോ. നിന്റെ ജോയിച്ചായി നിന്നെ കുഴപ്പത്തിൽ ചാടിക്കൂ. ഇത് ഞങ്ങൾ പോലീസുകാരുടെ അഡ്ജസ്റ്റ്മെന്റ് ആണ്. സമയം വൈകി. ഞാൻ രാവിലെ മോർച്ചറിയിൽ വരാം. ശരി. Morning. What can I do for you, sir? I am Uday Verma. Oh, your room is ready, sir. Thank you. You have safety lockers in your rooms? Sorry, sir. You can have a shelf in the room. See, this is a rare collection of diamonds. എനിക്കിത് സേഫ് ആയിട്ട് സൂക്ഷിക്കണം. മിസ്റ്റർ വർമ്മ, ഈ രത്നങ്ങൾ അടങ്ങിയ പെട്ടി മര്യാദയ്ക്ക് എന്റെ കയ്യിൽ തരുന്നതാണ് നല്ലത്. വർമ്മ, ഇനി നേരെ ഇരിക്കാം.
എല്ലാം പറഞ്ഞതുപോലെ എന്തു തന്നെ സംഭവിച്ചാലും എന്റെ നിർദ്ദേശം കിട്ടുന്നതുവരെ ഒളിവിൽ തന്നെ കഴിയണം. ഫോണിൽ പോലും ഞാനുമായി ബന്ധപ്പെടരുത്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. പോയിക്കൊള്ളൂ. സാഹചര്യ തെളിവുകളിൽ നിന്നും സാക്ഷികളിൽ നിന്നും മനസ്സിലാവുന്നത് വർമ്മയെ കൊല ചെയ്ത് ഡയമണ്ട്സ് തട്ടിക്കൊണ്ടുപോയത് രാമദാസ് എന്നൊരാളാണ്. ഇയാൾ സിറ്റിയിലെ സൂര്യ ടെക്സ്റ്റൈൽസ് എന്ന സ്ഥാപനത്തിൽ ഒരു സെയിൽസ്മാനായി ജോലി ചെയ്യുകയായിരുന്നു. ഒരു ഹിന്ദുവാണെങ്കിലും സെന്റ് ജോസഫ് ചർച്ചിലെ ഒരു നിത്യസന്ദർശകനായിരുന്നു പ്രതി. അയാൾ താമസിച്ചിരുന്ന മുറിയിൽ നിന്നും ചില ഫോട്ടോഗ്രാഫുകൾ കണ്ടുകിട്ടിയിട്ടുണ്ട്. ഇതാണ് അയാളുടെ ഫോട്ടോ. ഡയമണ്ട്സ് തട്ടിയെടുക്കുകയായിരുന്നു പ്രതിയുടെ ലക്ഷ്യമെന്നാണ് പോലീസ് മനസ്സിലാക്കുന്നത്. ഇതിനു മുൻപും വർമ്മയുടെ കോവിലകത്ത് നിന്നും ഇതേ തരത്തിലുള്ള രത്നങ്ങൾ മോഷണം പോയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നഷ്ടപ്പെട്ടതാണ് യഥാർത്ഥ ഡയമണ്ട്സ്. കൊലപാതകയെ പിടികൂടാൻ രാജ്യത്ത് എല്ലായിടത്തും പോലീസ് വലവീശിക്കഴിഞ്ഞു. റെയിൽവേ സ്റ്റേഷനുകൾ, എയർപോർട്ടുകൾ തുടങ്ങി അക്രമി കടന്നുകളയാൻ സാധ്യതയുള്ള എല്ലാ മാർഗങ്ങളിലും അത്യന്തം ജാഗരൂകരായിരിക്കാനാണ് പോലീസിന് കിട്ടിയിരിക്കുന്ന നിർദ്ദേശം. രാംദാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സാമൂഹ്യ വിരുദ്ധനെ കണ്ടുമുട്ടുന്നവർ ഉടനടി അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഒരു പ്രത്യേക അറിയിപ്പിലൂടെ അഭ്യർത്ഥിച്ചിരിക്കുന്നു. ഞാനിവിടെ ഉണ്ടെന്ന് പറയണേ. തപ്പ്. കമ്മീഷണർ സർ. മനസ്സിലായില്ല. ശ്രീദേവി എന്ന് വെച്ചാൽ തെക്കേ കോവിലകത്ത് ഉദയവർമ്മ തമ്പുരാന്റെ മകൾ ശ്രീദേവി. കേട്ടിട്ടുണ്ട്. 6 മാസങ്ങൾക്ക് മുമ്പ് വീട് വിട്ടിറങ്ങിപ്പോയ മകളെപ്പറ്റി മിസ്റ്റർ വർമ്മ ദുഃഖത്തോടെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ചോദ്യത്തിന് ഉത്തരം കിട്ടാൻ വേണ്ടിയാണ് ഇതുവരെ വന്നത്. എന്റെ അച്ഛൻ എവിടെ? അച്ഛൻ? അപ്പോൾ വിവരങ്ങളൊന്നും ശ്രീദേവി അറിഞ്ഞില്ലേ? ഐ ആം വെരി സോറി. ഹീസ് നോ മോർ. കരൾ രോഗം ബാധിച്ച് മരിച്ച ഒരു തോമസിന്റെ ശരീരം ഉദയവർമ്മയുടെ ഒന്നും പറഞ്ഞ് സംസ്കരിച്ചത് ആരെ പറ്റിക്കാനാണെന്ന് എനിക്കറിയില്ല. അതൊക്കെ നിങ്ങൾ പോലീസുകാരുടെ കാര്യം. പക്ഷെ ഇപ്പോൾ ഉദയവർമ്മയുടെ മകൾ ശ്രീദേവിയാണ് ചോദിക്കുന്നത്. ഒന്നും ഒളിക്കണ്ട. എന്റെ അച്ഛൻ എവിടെ? നിങ്ങൾക്കറിയാം എന്റെ അച്ഛൻ എവിടെയെന്ന്. അത് നിങ്ങൾക്കറിയാമെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഒന്നും നിങ്ങൾക്കറിയില്ല. നിങ്ങൾക്കറിയേണ്ട പലതും എനിക്കറിയാമെന്ന്. താങ്കളുടെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയല്ല എന്റെ ഉദ്ദേശം. എപ്പോൾ എനിക്ക് എന്ത് സംഭവിക്കുമെന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുൻപ് എനിക്കെന്റെ അച്ഛനെ കാണണം. എനിക്കായിട്ടൊന്നും വെറുതെ ചെയ്യണ്ട. നിങ്ങൾക്കറിയേണ്ടത് ഞാൻ പറയാം. എനിക്കറിയേണ്ടത് നിങ്ങൾ പറഞ്ഞാൽ മതി. നാളെ വൈകിട്ട് കൃത്യം 5:30 ഞാൻ ഹോട്ടൽ റിഡ്സിൽ കാണും. അതിനു മുൻപ് ഈ സിറ്റിയിൽ എവിടെയെങ്കിലും ഒരു പെൺകുട്ടിയുടെ നിലവിളി കേട്ടാൽ പിന്നെ നിങ്ങൾ എന്നെ തിരക്കേണ്ടതില്ല. അത് എന്റേതായിരിക്കും. ഒരു വാക്ക് പറഞ്ഞിട്ട് വേണ്ടേ വന്നിരിക്കാൻ. പല ആണുങ്ങളോ മറ്റോ ആണ് ഇങ്ങനെ വന്നിടിച്ചെങ്കിൽ ഞാൻ അവന്റെ മൂക്കിടിച്ച് ചമ്മന്തിയാക്കിയാണ്. ഇത്തിരി വേനിച്ചെങ്കിലും ഒരു സുഖം തോന്നുന്നു, ഒരു കുളിർമ. ഡ്രൈവർ വണ്ടി വിടും. അതെങ്ങനെ വണ്ടി വിടും? ഇത് ഞാൻ പിടിച്ച വണ്ടിയല്ലേ. ഇപ്പൊ തന്നെ ലേറ്റായി. ദൈവമേ, പടം തുടങ്ങിക്കണം. ആദ്യത്തെ സീൻ തൊട്ട് സ്റ്റണ്ട് ഉണ്ടെന്നാ പറഞ്ഞേ. ഡ്രൈവർ പ്ലീസ് വണ്ടി വിട്. ഞാൻ ഒരു പടം കാണാൻ ഇറങ്ങിയതാ.
എന്റെ കൂടെ വരുന്നേ ഓക്കെ. ഇറ്റ് വിൽ ബി പ്രഷർ. വണ്ടി വിടെ. ആരെ തിരിഞ്ഞിരിഞ്ഞ് നോക്കുന്നത്? പലയിടത്തും വല്ല അടിച്ചോണ്ട് വന്നാന്ന്? പ്ലീസ് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യൂ. എനിക്ക് ഹോട്ടൽ പ്രസിഡന്റ് വരെ ഒന്ന് പോയാൽ മതി. നിങ്ങളെ ഹോട്ടൽ പ്രസിഡന്റ് കൊണ്ടുവിട്ടാ എനിക്കെന്ത് ലാഭം? ആദ്യം വന്ന് എന്റെ തലയ്ക്ക് ഇടിച്ചിട്ട് നിങ്ങൾ സോറി പറഞ്ഞു. അതുപോട്ടെ. ഞാൻ ഇത്രയും താല്പര്യപൂർവ്വം സംസാരിച്ചിട്ട് നിങ്ങൾ സ്നേഹപൂർവ്വം എന്നെ ഒന്ന് കടാശിച്ചോ. അതുപോട്ടെ. സ്നേഹത്തിൽ ഒരു വാക്കെന്നോട് പറഞ്ഞോ? പ്ലീസ് സാർ, തിയേറ്ററിലേക്ക് പോകുന്ന വഴിക്ക് തന്നെ ഹോട്ടൽ പ്രസിഡന്റ്. ഓഹോ, ഞാൻ സാറങ്ങ് വണ്ടി വിട്ടാത്ത. ചിലപ്പോ താൻ എന്നെ ഇറങ്ങിപ്പോവാൻ പറയും. കാണാൻ കൊള്ളാവുന്ന ഒരു പെണ്ണെ കണ്ടപ്പോ മനസ്സിലായി പോയി. സാറിന് എത്ര ഇളകിയില്ല. പ്രസംഗിക്കാതെ വണ്ടി വിടറോ. ഹലോ, നിങ്ങളുടെ പ്രശ്നമൊക്കെ തീർന്നില്ലേ? ഇനി എന്നോട് രണ്ടു വാക്ക് സംസാരിച്ചൂടെ? താല്പര്യമില്ലല്ലേ? വേണ്ട. ചില പെൺകുട്ടികൾ ഇങ്ങനെ ആദ്യമൊക്കെ ഭയങ്കര ടഫായിരിക്കും. പക്ഷെ അടുത്ത് കഴിഞ്ഞാണ്ടല്ലോ സ്നേഹം കൊണ്ട് നമ്മളെ വീർപ്പ് പൊട്ടിക്കും. എനിക്ക് ഈ ടൈപ്പാ ഇഷ്ടം. പ്ലീസ്. താല്പര്യമില്ലല്ലേ? വിരോധമില്ലെങ്കിൽ പേരെന്ന് പറഞ്ഞാ കൊള്ളാം. ലക്ഷ്മി. ലക്ഷ്മി. വാട്ട് എ ബ്യൂട്ടിഫുൾ നെയിം. ലക്ഷ്മി എന്ന് കേൾക്കുമ്പോ ആദ്യം എന്റെ മനസ്സിൽ വരിക അമ്പലക്കുളവും ചന്ദനക്കുറിയും തുളസിക്കെതിരൊക്കെയാ. ഐ ആം വേണുഗോപാൽ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ലക്ഷ്മിക്ക് താല്പര്യമില്ലെങ്കിലും ഞാൻ പറയാം. ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെല്ലിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. ആൻഡ് ദേ ആർ പേയിങ് 2500 rupees per month and of course a good amount of commission also. ലവ് ലെറ്റർ ആയിരിക്കും. ഡ്രൈവർ, എവിടെയെങ്കിലും പോസ്റ്റ് ബോക്സ് കാണുമ്പോൾ ഒന്ന് നിർത്തണം. ആ സൈഡിലുണ്ട്. പ്ലീസ് ഒന്ന് പോസ്റ്റ് ചെയ്യൂ. അതെന്താ? സുന്ദരിയായ ഒരു പെൺകുട്ടിയുടെ അപേക്ഷ എന്നെ പോലെ ഒരാൾ അനുസരിക്കായിരിക്കൂ? അവിടെ നിർത്താം. വിരോധമില്ലെങ്കിൽ ഞാൻ ഹോട്ടലിൽ കൊണ്ടുവിടാം. നോ താങ്ക്സ്. ലക്ഷ്മി, എന്നെ കൊച്ചാക്കരുത്. ഐ വിൽ പേ. അപ്പൊ നമ്മൾ പിരിയാണല്ലേ? ഓക്കെ, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് ഇനിയും കാണാം. പറ്റിയ ഹോട്ടലിലേക്ക് ഫോൺ ചെയ്യും. വേണ്ട. ഞാൻ ഫോൺ ചെയ്യും കേട്ടോ. കേട്ടോ. പണം തുടങ്ങിയ ഇപ്പൊ തുടങ്ങും. തുടങ്ങിയ ചണ്ട തുടങ്ങിയില്ല. ഇപ്പുറത്തെ ഓഹോ, അത് പെണ്ണുങ്ങടെ. ഹലോ, എന്താ പ്രശ്നം?
എന്താ ശരി, എന്താ പ്രശ്നം, എന്താ പ്രശ്നം? എന്നാ കണ്ടിട്ട് തന്നെ വാ. Come on. Hello, my dear friend. You are welcome. സാർ, നിങ്ങളുടെ ആളുകളാണ് ഇവരെന്തിനാ എന്നെ ഇങ്ങനെ തല്ലിച്ചാച്ച്? ഓ പാവം. എന്നാലും എന്റെ സുഹൃത്തിനോട് അല്പം കൂടി മയത്തിൽ പെരുമാറാമായിരുന്നു. ബൈ ദ ബൈ, സുഹൃത്തിന്റെ പേരെന്താ? ഞാൻ വേണുഗോപാൽ, മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ആണ്. ഇന്ന് ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനി മാക്സിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഐ എം ഗെറ്റിംഗ് എ സാലറി ഓഫ് 2500 rupees ആൻഡ് കമ്മീഷൻസ് എക്സ്ട്രാ. ഓ ഐ സി. ഐ ആം ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. വെരി വെരി പ്ലീസ് ടു മീറ്റ് യു. പക്ഷേ നിങ്ങൾ എന്നെ ഇവിടെ കൊണ്ടുവന്നെന്തിനാ? ഒരാഴ്ച ഞാൻ ടൂറിലായിരുന്നു. ഒന്ന് റിലാക്സ് ചെയ്തൊരു സിനിമ കാണാന്ന് വെച്ചപ്പോഴാ ആ തിയേറ്ററിലെ മൂത്രപ്പരെ വെച്ച് ഇവരെന്നെ പിടിച്ചു. ഒരു വെളുത്ത സായിപ്പ് ഉണ്ടായിരുന്നു എന്റെ ഇവിടെയൊക്കെ ഇടിച്ച്. ഞാനോടെ പോയി. പ്ലീസ്, ഞാൻ പോയിക്കോട്ടെ. എനിക്ക് പുറത്ത് വരാം, പ്രശ്നങ്ങളുണ്ട്. പ്ലീസ് പോയിക്കോളൂ. പക്ഷെ ഞങ്ങളുടെ ചില സംശയങ്ങൾ തീർത്തിട്ട് എന്റെ സുഹൃത്ത് പോയിക്കോളൂ. നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ ഞാൻ സ്കൂൾ മാഷോ? ഇതൊന്നും ക്ലാസ് റൂമോ? ആളൊരു വലിയ തമാശക്കാരനാണല്ലോ. ഓക്കെ, വാട്ട്സ് യുവർ കണക്ഷൻ വിത്ത് ശ്രീദേവി? ശ്രീദേവിയോ? ഏത് ശ്രീദേവി? നിങ്ങൾ ലിഫ്റ്റ് കൊടുത്ത പെൺകുട്ടി ലക്ഷ്മി. ഇന്നാദ്യമായിട്ടാണ് നിങ്ങൾ അവളെ കണ്ടുമുട്ടിയത് എന്നാണോ പറഞ്ഞു വരാൻ പോകുന്നത്? അല്ലാതെ അവളുടെ മട്ടും ഭാവവും കണ്ടപ്പോഴേ ഞാൻ കരുതിയതാ സംഗതി വശമാണ്. ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ് സാറേ. വെൽ, ദാറ്റ്സ് മൈ നെയിം. അവളെ പറ്റിയാണ് നിങ്ങൾക്കറിയണ്ടെങ്കിൽ ഞാൻ പറയാം. അവളെപ്പറ്റി എനിക്കൊന്നും അറിഞ്ഞൂടാ. ഈ രാജ്യത്ത് നിങ്ങളോട് ചോദിക്കാനും പറയാനൊന്നും ആരുമില്ലേ? ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ പിടിച്ചുകൊണ്ടൊന്ന് ഇങ്ങനെ ദ്രോഹിച്ച ദൈവം നിങ്ങളെ വെറുതെ വിടില്ല. ശ്രീദേവി പോലും. ആ പിശാവിനെ പറ്റി എനിക്കൊരു ചുക്കും അറിയില്ല. കണ്ടാ കൊള്ളാവുന്ന ഒരു പെണ്ണാണെന്ന് കരുതി ഞാൻ അവൾക്ക് ഒരു ലിഫ്റ്റ് കൊടുത്തു. അത് ഇത്രയും വലിയ ഇടിത്തിയായി എന്റെ തലയിൽ തന്നെ വീഴുന്നു ഞാൻ ഓർത്തോ? എന്റെ മോളെ നിങ്ങളൊന്ന് കാണുന്നില്ലേ? ഓക്കെ ഓക്കെ ഓക്കെ, മൈ ഡിയർ സുഹൃത്ത് മിസ്റ്റർ വേണു ഗോപാൽ, നിങ്ങൾ എവിടെയാണ് അവളെ ഇറക്കി വിട്ടത്? ആ പിശാചിനെ ഹോട്ടലിൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ റോഡ് സൈഡിൽ ഇറക്കി വിട്ടു. ഹലോ ഫ്രണ്ട്, ലിസൺ. ഫുട്പാത്തിലുള്ള ഒരു പോസ്റ്റ് ബോക്സിൽ നിങ്ങളൊരു കവർ പോസ്റ്റ് ചെയ്തില്ലേ? അതെന്തായിരുന്നു? അതെനിക്കെങ്ങനെ അറിയാം?
അവള് പോസ്റ്റ് ചെയ്യാൻ പറഞ്ഞു, ഞാൻ പോസ്റ്റ് ചെയ്തു. അല്ല ആശാനെ, ആശാനിതല്ലേ എവിടെ നിന്ന് കണ്ടു? കവറിന് പുറത്ത് എഴുതിയിരിക്കുന്ന മേൽവിലാസം നിങ്ങൾ മറന്നു കാണില്ല എന്ന് വിചാരിക്കുന്നു. ഏതോ ഒരു പെണ്ണ് ആർക്കോ എഴുതി പോസ്റ്റ് ചെയ്ത മേൽവിലാസം കൊണ്ട് എനിക്കെന്ത് കാര്യം? സത്യം പറയുന്നതായിരിക്കും നല്ലത്. തോമസ് എന്നോ മാത്യു എന്നോ പീറ്റർ എന്നോ എന്തോ ഒരു പേര് ഞാൻ കണ്ടു, അല്ലാതെ എനിക്കൊന്നും അറിഞ്ഞൂടാ. നീ ഇനിയും സത്യം പറയാൻ ഒരുക്കമല്ല അല്ലേ? എന്തിനല്ല ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്യുന്നത്? എനിക്കൊന്നും അറിഞ്ഞൂടാ. നിന്നെ കൊണ്ട് ഞാൻ സത്യം പറയിക്കും. ജയൻ, മിസ്റ്റർ വേണുഗോപാൽ വീണ്ടും കണ്ടാൽ നമ്മളെയൊക്കെ തിരിച്ചറിയും. അതുകൊണ്ട് വേണ്ട വിധത്തിൽ ചെയ്യുക. അമിതമായി മദ്യപിച്ച് ഒരപകടം സംഭവിച്ചതായി വരുത്തി തീർക്കണം. ഒരു പാലത്തിൽ നിന്ന് താഴെ വീണ് മരിച്ചോട്ടെ. ബട്ട് ബി ഈസി ആൻഡ് സ്റ്റഡി. ആരാടാ തോന്നിയത്? Don't repeat it. നിൽക്കാതെ. നമസ്കാരം. ഇന്ന് വൈകിട്ട് 5:30 മണിക്ക് നഗരത്തിലെ വലിയൊരു റെസ്റ്റോറന്റിൽ വെച്ച് സിറ്റി പോലീസ് കമ്മീഷണർ മിസ്റ്റർ സാമുവൽ ജോർജ് കൊല ചെയ്യപ്പെട്ടിരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് കൊല ചെയ്യപ്പെട്ട ഉദയവർമ്മയുടെ കേസന്വേഷണത്തിനിടയിലാണ് കമ്മീഷണർ സാമുവലിന് ഈ അത്യാഹിതം സംഭവിച്ചത്. അതുകൊണ്ട് 2 മരണത്തിന്റെയും പിന്നിലെ കൈകൾ ഒരാളുടെ തന്നെയാണെന്ന് പോലീസ് സംശയിക്കുന്നു. അക്രമി എത്രയും വേഗം വലയിൽ വീഴ്ത്താൻ തങ്ങളാലാവുന്നതെല്ലാം ചെയ്യുമെന്ന് പോലീസിന്റെ ഒരു വക്താവ് ദൂരദർശനോട് പറഞ്ഞു. ഒരു ഗ്ലാസ് വെള്ളം വേണം. ഒരു പാക്കറ്റ് വിൽസ്. താനേതാ? ഇവിടെ അടുത്തുള്ളതാ. എവനെ അറിയോ? ഒതുക്കി പോടേ.
ലൈസൻസ് ഉണ്ടോടെ? ഉണ്ട് സർ. ഉണ്ടെങ്കിൽ സാർ, എന്റെ ഭർത്താവ് മരിച്ചിട്ട് 5 വർഷം കഴിഞ്ഞു. നിങ്ങൾക്ക് ഫ്ലാറ്റ് മാറിപ്പോയെന്നാണ് തോന്നുന്നത്. ആരാണ് ഈ ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്? താൻ ഇന്നലെ ഇവിടെ തന്നെയാണോ വന്നത്? അതെ സാർ, എനിക്ക് നന്നായിട്ട് അറിയാം. ഓക്കെ, ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പി മിന്നൽ ബാബുവിനോടാണ് സംസാരിക്കുന്നതെന്ന് ഓർമ്മ വേണം. കുറ്റവാളികൾക്ക് രക്ഷപ്പെടാൻ ഒരു പഴുതും കൊടുക്കാത്ത ക്രൂരനായ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് ഞാൻ. എവിടെ അവൻ? ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. ഒരാൾക്ക് 3 പേര്. അത് തന്നെ ഒരു കള്ളലക്ഷണമാണ്. സാർ, 3 വർഷമായി ഞാൻ ഇവിടെ തനിച്ചാണ് താമസിക്കുന്നത്. നിങ്ങൾ പറയുന്ന പേരിലുള്ള ഒരാളിനെ പറ്റി ഞാൻ കേട്ടിട്ട് പോലുമില്ല. ഈ മനുഷ്യന്റെ തലയ്ക്ക് വട്ടാണ്. തോന്നിയ പറഞ്ഞോണ്ടല്ലോ, ആ കട്ടിലിരിക്കായിരുന്നവൻ തിയേറ്ററിലെ മൂത്രപ്പരന്ന് എന്നെ ഇടിച്ചൊരു പരുവാക്കി ഇവിടെ കൊണ്ടുവന്നിട്ട് ഞാനും ശ്രീദേവിയും തമ്മിൽ എന്ത് ബന്ധമാണെന്ന് ആലോചിച്ചു. എനിക്കൊന്നും അറിഞ്ഞോളാന്ന് പറഞ്ഞപ്പോ ഞാൻ തെളിവരാം. ഈ കാണുന്ന അലമാര തുറന്ന് ഒരു കുപ്പി മദ്യം എടുത്ത് എന്റെ വായിക്കാത്ത വെച്ചു. അയ്യോ, ഇതിനകത്തിരുന്ന മദ്യക്കുപ്പികളോടെ നിങ്ങൾക്ക് സ്ഥലം മാറിപ്പോയി. അല്ല ഇതിന്ന് ഒരു കുപ്പി മദ്യം സോഡ പോലും ചേർക്കാതെ എന്റെ വായിക്കാത്ത വെച്ചു. സാർ, ഞാൻ മദ്യം കൈകൊണ്ട് തൊട്ടിട്ട് പോലുമില്ല. ഈ ഭ്രാന്തിനെ വിളിച്ചോണ്ട് ഇവിടെ നിന്ന് പോകുന്നുണ്ടോ? എന്തൊരു സ്മെൽ! എവിടെങ്കിലും പോയി കുടിച്ച് പൂസായി കിടന്ന് സ്വപ്നം കണ്ടിട്ട് വന്ന് ഈ മിന്നൽ ബാബുന്റെ സമയം എനിക്കെടുത്തുണ്ടല്ലോ. നിനക്കെന്റെ സ്വഭാവം അറിഞ്ഞുകൂടാ. കമ്മീഷണറുടെ ഉദയവർമ്മയുടെയും കൊലപാതകം കണ്ടുപിടിക്കേണ്ട ചുമതല ഡിപ്പാർട്ട്മെന്റ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഇടയ്ക്ക് ഇത്തരം തൊക്കടാ കേസുകളുമായി എന്റെ അടുത്ത് വന്ന് ഇടിച്ചതിന്റെ മോന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റും. Don't repeat this, Sophie. You're playing with me. Excuse me, one Miss Lakshmi is staying here. From which place, sir? That I don't know. No. Sridevi? No. Okay, thank you. Welcome. ടെലിഫോണിലെ കീ. Ready? ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കാൻ പാടില്ല, ആർക്കൊരു സഹായം ചെയ്യാനും പാടില്ലെന്ന് ഇന്നലത്തെ സംഭവത്തോടെ ഞാൻ പഠിച്ചു.
നിങ്ങളാരാ? എനിക്ക് നിങ്ങളെ അറിയില്ല. ഒന്നും മിണ്ടാതെ പോകണം. നിങ്ങൾ കാരണം എനിക്ക് കിട്ടിയ തല്ലിന് കിട്ടിക്കാൻ കണക്കില്ല. ഇവിടെ ലക്ഷ്മി എന്ന പേരിൽ ആരും എടുത്തില്ല. നിങ്ങൾ എന്നോട് നുണ പറഞ്ഞല്ലേ? എനിക്കൊന്നും നിങ്ങളോട് വിശദീകരിക്കാനില്ല. ഇവിടെ നിന്നിങ്ങനെ സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഉപദ്രവിക്കാവുന്ന പോവോ? ശരി. ഇതെന്റെ ജീവൻ കൊണ്ടുള്ള കളിയാ. ഒന്നും അറിഞ്ഞൂടാത്ത ഒരു തെറ്റും ചെയ്യാത്ത എന്നെ നടുക്കടലിൽ എറിഞ്ഞിട്ട് രക്ഷപ്പെടാൻ നിന്നെ സമ്മതിക്കില്ല. നീ ഞാനുമായി എന്തോ ബന്ധമുണ്ടെന്ന് വിചാരിച്ചിട്ട് അവനെ തല്ലിയതും കൊല്ലാൻ നോക്കിയതൊക്കെ. പിന്നെ ദൈവത്തിന്റെ കാരുണ്യം കൊണ്ട് ഒരുവിധം ഞാൻ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. നിങ്ങളോട് പോകാനാണ് പറഞ്ഞത്. മനസ്സില്ല. ഇനി അവരെന്നെ കൊല്ലാൻ വന്നാൽ ഞാൻ നിന്നെ പിടിച്ച് അവരെ മുമ്പിലിട്ട് കൊടുക്കും. ഞാൻ ഒരു ആപ്പയൊക്കൊന്നുമില്ല. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സിലെ ഒരു ഉദ്യോഗസ്ഥനെ. പിന്നെ അവരെന്നോട് ചോദിച്ചു ആ കവറിന്റെ പുറത്തെ മേൽലാസം എന്താന്ന്. അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോ കനത്ത രണ്ടു പേടി അതിനും കിട്ടി. പറ ആ മേൽലാസം എന്തായിരുന്നു? മര്യാദയ്ക്ക് പറയുന്നതല്ലേ? എനിക്കിനി നഷ്ടപ്പെടാനൊന്നുമില്ല. ലീവ് മീ. ഗെറ്റ് ലോസ്റ്റ് ഐ സേ. അല്ല അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. ഹലോ, ബുക്ക് കോൾ ടു നന്ദപുരം 612. PP തോമസ് മാത്യു. അർജന്റ്. മര്യാദയ്ക്ക് അഡ്രസ് എനിക്ക് പറഞ്ഞു തരുമല്ലേ? അതറിയാൻ ഞാൻ അവിടുന്ന് പോകില്ല. ഞാൻ അവിടെ കെട്ടി തൂച്ചാവും. എന്റെ ആത്മഹത്യയുടെ പൂർണ്ണ ഉത്തരവാദിത്വം നിങ്ങൾക്കായിരിക്കും. എന്തൊരു കഷ്ടം ദൈവമേ. എല്ലാരും കൂടെ എടുത്തിട്ട് പെരുമാറാൻ ഞാൻ പബ്ലിക് പ്രോപ്പർട്ടിയോ? ആ പറഞ്ഞേ. No, you kill her. No, I will kill her. You kill her. No, somebody kill her. I don't know anything. I don't know anything. No. അവനാണ് കൊലയാളി. അവനാണ് കൊലയാളി. നിൽക്കണവിടെ. വായി നോക്കിക്കാതെ ആക്ച്വൽ കൽപ്പറ്റിന്റെ പോയി പിടിക്കണോ? ഓക്കെ സാർ. അങ്ങോട്ടാ ഓടിയത്. പ്രത്യേക അറിയിപ്പ്. ഇന്ന് വൈകിട്ട് ഹോട്ടൽ പ്രസിഡന്റിൽ വെച്ച് ശ്രീദേവി എന്ന പെൺകുട്ടിയെ കൊല ചെയ്ത
വേണുഗോപാലിന്റെ വീഡിയോ ചിത്രമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇയാളെ കണ്ടുമുട്ടുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്ന് ഐജിയുടെ പ്രത്യേക അറിയിപ്പിൽ പറയുന്നു. സാറയുടെ ദേഹത്ത് ചോരയുമായി ഒരുത്തൻ ഇവിടെ മുറിയെടുക്കാൻ വന്നാൽ ഉടനെ എന്നെ വിവരം അറിയിക്കണം. അല്ലാതെ റോഡേ പോകുന്ന കണാവുണ കാക്കി പാർട്ടിയുടെ അറിയിക്കരുത്. അത് പറയാൻ തന്നെയാണ് സാർ ഞാൻ വന്നത്. അവൻ 101 നമ്പർ മുറിയിലുണ്ട്. ഫൈൻ. 101 നമ്പർ മുറിയിൽ. വാട്ട് ടു ഡു? ആരാ ആരാ? അത് തന്നെ ഞാനും ചോദിക്കുന്നത്. ആരാ നിങ്ങൾ? അത് ശരി, എന്റെ മുറി കയറി വന്നിട്ട് എന്നോട് ചോദിക്കുന്നു ഞാൻ ആരാന്ന്. എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഭഗവാനെ, നാട്ടിലുള്ള എല്ലാ പെണ്ണുങ്ങളും കൂടെ തുനിഞ്ഞിറങ്ങിയിരിക്കാണോ എന്റെ ജീവിതം തുലയ്ക്കാൻ? ഇത് നിങ്ങളുടെ മുറിയാണെന്ന് ആര് പറഞ്ഞു? എന്റെ അങ്കിൾ വിജയമേനന്റെ മുറിയായത്. ഏത് വിജയമേനൻ? മര്യാദയ്ക്കൊന്നും ഇറങ്ങി പോകുന്നുണ്ടോ? അതിനിങ്ങനെ ബഹളം വെക്കുന്ന എന്തിനാ? അങ്കിൾ ഇവിടുന്ന് വെക്കറ്റ് ചെയ്ത് പോയ വിവരം ഞാൻ അറിഞ്ഞില്ല. ഐ എം സോറി. അറിഞ്ഞില്ലെങ്കിൽ ഇവിടെ താമസിച്ചോ? ഡിവൈഎസ്പി മിന്നൽ ബാബുവിനെ പറ്റിക്കാമെന്ന് ഈ നാട്ടിലെ ഒരു കുറ്റവാളിയും വ്യാമോഹിക്കണ്ട. കള്ളക്കഥകൾ ഉണ്ടാക്കി നിരപരാധിയായ ഒരു സ്ത്രീയെ ഇന്നലെ നീ അപമാനിക്കാൻ നോക്കി. ഇന്ന് 17 പോലും തികഞ്ഞിട്ടില്ലാത്ത ഒരു പാവം പെൺകുട്ടിയെ ഹോട്ടൽ മുറിയിൽ വെച്ച് നീ വെടിവെച്ചു കൊന്നു. എവിടെയാ നിന്റെ റിവാൾവർ? കീഴടങ്ങുന്നതാണ് നല്ലത്. കൊല്ല്. ഇതിലും ഭേദം മരിക്കുന്ന ഈ ജീവിതം എനിക്ക് മതിയായി. നിങ്ങൾ ഇനിയെങ്കിലും എന്നെ ഒന്ന് മനസ്സിലാക്കണം. ഇന്ത്യയിലെ ലീഡിംഗ് കമ്പനിയായ മാക്സ്വെൽ ഒരു മെഡിക്കൽ റെപ്രസെന്റേറ്റീവ് ഞാൻ. ഐ ആം ഡ്രോയിങ് എ സാലറി ഓഫ് 2500 rupees. കമ്മീഷൻസ് എക്സ്ട്രാ. MK വേണുഗോപാൽ എന്ന് പറഞ്ഞാൽ കമ്പനിയുടെ അഭിമാന ഭാജകമായിരുന്നു മിനിഞ്ഞാന്ന് വരെ. മിനിഞ്ഞാന്ന് ഉച്ചയ്ക്ക് എന്റെ കഷ്ടകാലത്തിൽ ഞാൻ സിനിമ കാണാൻ ടാക്സി കയറി. അപ്പൊ ആരെ കൊന്നേച്ചോ ഇവിടുന്ന് മോട്ടിച്ചിട്ടോ കാണാൻ കൊള്ളാവുന്നൊരു ടാക്സി കയറി. സുന്ദരികളായ പെണ്ണുങ്ങളെ കാണുന്നതും അവരോട് സംസാരിക്കുന്നതും എന്റെ ഒരു വീക്ക്നെസ് ആയി പോയി. എന്ന് വെച്ച് തോന്നിയാൽ ഞാനില്ല കേട്ടോ.
അങ്ങനെ പെണ്ണ് കയറി വന്നിട്ട് എന്നോട് പറഞ്ഞു ഹോട്ടൽ ഇവിടെ വന്നു. എന്റെ മനസ്സറിയാതെ ഇളകി പോയതുകൊണ്ട് ഞാൻ വിടാമെന്ന് സമ്മതിക്കുകയും ചെയ്തു. പോകുന്ന വഴിക്ക് ഒരു കത്ത് പോസ്റ്റ് ചെയ്യാൻ ചോദിച്ചു, ഞാൻ പോസ്റ്റ് ചെയ്യുകയും ചെയ്തു. അവിടെ തുടങ്ങി എന്റെ കഷ്ടകാലം. മൂത്രം ഒഴിക്കാൻ വേണ്ടി സിനിമ തിരിലെ മൂത്രപ്പര കയറിയപ്പോ താൻ നിൽക്കുന്ന രണ്ട് തടിയന്മാർ ചോദ്യമല്ല ഉത്തരവല്ല അവിടുന്ന് അടിയും ഇടിയുന്നോയായ സമ്മതി പരുവാക്കി ഒരു ഫ്ലാറ്റ് കൊണ്ടുപോയി. നീ പോസ്റ്റ് ചെയ്ത കവറിന്റെ പുറത്ത് വിലാസം പറയണ എന്തായി അറിഞ്ഞൂടാന്ന് പറഞ്ഞപ്പോ ഇടിയുടെ ശക്തി കൂടി സോഡ ഒഴിക്കാതെ മൂക്കറ്റം മദ്യം എന്റെ വായില് മൂക്കിൽ ഒഴിച്ചു തന്നിട്ട് എന്നെ കൊല്ലാൻ കൊണ്ടുവന്ന വഴിക്ക് ഞാൻ ഓടി രക്ഷപ്പെട്ടു. ഇങ്ങനെ കൂട്ടി ഞാൻ പിറ്റേന്ന് ഫ്ലാറ്റിൽ ചെന്നപ്പോ അവിടെ കിണവ് ചാടി കടിക്കാൻ വന്നു. ഞാൻ പറഞ്ഞ മുഴുവൻ കള പറഞ്ഞ മുഴുവൻ സത്യം. ഹോട്ടലിൽ ആ പെണ്ണെ കണ്ട് കാര്യം തിരക്കാൻ ചെന്നപ്പോ ചോര ഒളിപ്പിച്ചോണ്ട് ആ പെണ്ണിന്റെ തൊറ്റ വീഴ്ച. അടുത്ത മുറിയിൽ ഒരു പറട്ട കളവന്ന് പറവറ വെടിയും തുടങ്ങി. അത്ര എളുപ്പം മരിക്കാൻ ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ ഓടുകയും ചെയ്തു. ഇത് കൊല്ലെന്റെ സവാളമാണ് ഈ കൊല്ല്. നിന്നെ കൊല്ലാനല്ല വളർത്താനാ കൊണ്ടുപോകുന്ന. നിന്റെ കഥാപ്രസംഗം കോടതി മതി കേട്ടോടാ. നിന്റെ കഥാപ്രസംഗം കോടതി മതി. ഞാൻ പറഞ്ഞൊന്നും വിശ്വാസമായില്ലേ? വിശ്വാസമായി ഇല്ല. തിരിയടാ കുനിയടാ. ദൈവമേ, നീ ഇയാളുടെ കൊലപാതകത്തോടെ അത്രയും പറയണോ? നമുക്ക് രക്ഷപ്പെടാം. അയ്യോ, എന്റെ ഡ്രസ് മാറണം. ഡ്രസ് എവിടെ? ഇത് തുറക്കുന്നില്ല. പോട്ടേ. ഹലോ ദേവർ, I say stay there. ആരാ? ഞാൻ ഉദയവർമ്മയുടെയും കമ്മീഷണറുടെയും വധവുമായി ബന്ധപ്പെട്ട ഒരാളാണ്. എന്റെ പേര് ജോസഫ്. രാമദാസൻ എന്റെ അടുത്ത കൂട്ടുകാരനാണ്. അവൻ രക്ഷിക്കാനുള്ള എല്ലാ തെളിവുകളും എന്റെ പക്കലുണ്ട്. ഓഹോ, അപ്പോ ദാസൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലെന്നാണോ? ദാസൻ? അയ്യോ പഞ്ചപാവം. ആരാ കൊന്നാന്ന് എനിക്കറിയാം. എന്റെ സുഹൃത്ത് രാമദാസനെ ഈ ഊരാക്കുടുക്കിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണോ അച്ചോ? പെണ്ടരിക്കൽ തോണി മറിഞ്ഞ് പുഴയിൽ മുങ്ങിച്ചാകാൻ തുടങ്ങിയ എന്നെ വലിച്ചു കരയ്ക്ക് കയറ്റി എന്റെ ജീവൻ രക്ഷിച്ചവരാ രാമദാസൻ. അതുകൊണ്ട് എനിക്കും അവന്റെ ജീവൻ രക്ഷിക്കണോ അച്ചോ? നിങ്ങൾക്ക് എങ്ങനെ അറിയാം ദാസൻ നിരപരാധിയാണെന്ന്? സത്യത്തിൽ ആ രണ്ട് കൊലകളുടെയും പുറകിൽ
ഞാനായിരുന്നു. ദാസൻ ഇവിടെ എവിടെയെങ്കിലും കാണുമെന്ന് എനിക്കറിയാം. ഇവിടെ ഇല്ല, വേറൊരിടത്ത് ഒളിച്ചു കഴിയുകയാണ്. ആ എന്നാ നമുക്ക് അങ്ങോട്ട് പോച്ചാ. പോകാം. ഒരു നിമിഷം ഇരിക്കൂ, ഞാനിപ്പോ വരാം. ജോസഫ്, 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 നിങ്ങളെയാണ് വിളിച്ചത്? ഞാനാ ജോസഫ്. വരും. ഇത് തന്നെയാണ്. സർക്കിൾ ബാബുവാണ്. സോറി. നിന്നെ കൊണ്ട് കള്ളനെ പിടിക്കാനോ കഴിയില്ല, പിടിക്കാൻ പോണവനെ പിടിക്കാനും പിടിച്ചിട്ട് ഇടിച്ച് മിടുക്കനവന് മുമ്പില്. ഐ എം സോറി സർ. എന്ത് പോക്കർത്തനം കാണിച്ചിട്ട് പാറേ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. നിന്നെയൊക്കെ ഡീപ്രൊമോട്ട് ചെയ്യാൻ ഇവിടെ ആരുമില്ല. മന്ത്രിക്ക് സെക്യൂരിറ്റി പോയപ്പോ എന്റെ കയ്യിലിരുന്ന് തോക്കൊന്ന് പൊട്ടി, മന്ത്രിയുടെ ചെറുവിരലൊന്ന് മുറിഞ്ഞു. അതിന് ഡിവൈഎസ്പി ആയിരുന്നു എന്നെ ചവിട്ടി CI ആക്കാൻ ഇവിടെ നിയമം ഉണ്ടായി. നിന്റെയൊക്കെ തോന്നിയാസ് ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല. ഞാൻ ആരാണെന്ന് താമസിയാതെ നിനക്കൊക്കെ മനസ്സിലാവും. കമ്മീഷണറുടെയും ഉദയവർമ്മയുടെയും ഇരട്ട കൊലപാതകയെ കണ്ടുപിടിച്ച് ഈ മിന്നൽ ബാബു ഇവിടെ ഒരു വെലസ് അന്ന് നിന്നെയൊക്കെ സ്റ്റാൻഡിൽ പിടിച്ചോളാം. പോലീസ് പോലും പോലീസ്. ആകെ അബദ്ധമായല്ലോ സാർ. എന്തബദ്ധം? എനിക്ക് ആദ്യം കണ്ടപ്പോ തന്നെ ആളെ മനസ്സിലായി. അയക്കിട്ട് രണ്ട് പൊട്ടിക്കണമെന്ന് വിചാരിച്ചിട്ട് കുറെ നാളായി. എന്റെ ഭാഗത്തിന് ഇന്നാ ഒരു അവസരം കിട്ടിയത്. അയാളുടെ ഒരു കേസ് പിടുത്തവും വേഷം മാറലും, ഡിപ്പാർട്ട്മെന്റിന്റെ മാനം കെടുത്താൻ കുറെ പാർട്ടികൾ. ഇഡിയറ്റ്. ഒത്തിരി വലിയ വീടാണല്ലോ. സുനിത ഈ വീട്ടിൽ തനിച്ചെങ്ങനെ കഴിയുന്നു? തനിച്ചാണെന്ന് വെച്ച് അയൽവക്കത്തുള്ളവരെ ഇവിടെ വിളിച്ച് പാർപ്പിക്കാൻ പറ്റുമോ? വരൂ. കൊട്ടാരായാലും കൊതുകിന് യാതൊരു കുറവില്ല കേട്ടോ. യോ, കറണ്ട് പോയാ? ഇതെന്ത് വിദ്യ? സൗണ്ട് സെൻസിറ്റീവ് സ്വിച്ച് എന്ന് പറയും. ശബ്ദം കൊണ്ട് ഓണാവുകയും ഓഫാവുകയും ചെയ്യും. ഇതൊന്നും അത്ര നല്ല ലക്ഷണമല്ല. കണ്ടിട്ട് ഒരുമാതിരി കൊള്ള സങ്കേതം പോലെ. ഇവിടെ എല്ലാ മുറി ഇങ്ങനെ? അല്ല, ഈ മുറി മാത്രമേ ഉള്ളൂ. അല്ല, പോലീസുകാരിന്ന് എന്നെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് എന്തിനാണ്? മിസ്റ്റർ വേണു ഒരു കുറ്റവും ചെയ്തിട്ടില്ലെന്ന് എനിക്ക് തോന്നി. സാഹചര്യം അനുകൂലമല്ലാത്ത സ്ഥിതിയിൽ പോലീസിന്റെ കയ്യിൽ അകപ്പെട്ടാൽ അപകടമാണ്. താങ്ക് യു. പക്ഷെ പോലീസിനെ സംബന്ധിച്ച് ഐ എം എ വാണ്ടഡ് ക്രിമിനൽ. ഒരു ക്രിമിനലിനെ സഹായിക്കാൻ ശ്രമിക്കുന്നതും ഒരു ക്രൈമാണെന്നറിയില്ലേ? നിയമ പുസ്തകമൊന്നും ഞാൻ വായിച്ചു പഠിച്ചിട്ടില്ല. അല്പമെങ്കിലും മനുഷ്യത്വം കാണിക്കുന്നത് നിയമപ്രകാരം കുറ്റമാണെങ്കിൽ ഞാൻ അതങ്ങ് സഹിച്ചു. അത് ശരി, അത്രേ ഉള്ളൂ. ആട്ടെ, എന്തോ ചെറിയൊരു ഉദ്ദേശം ഉണ്ടെന്ന് പറഞ്ഞല്ലോ. എന്താ അത്? ഉള്ള സത്യം പറയാമല്ലോ. ഞാൻ ഇവിടുത്തെ ഒരു പത്രത്തിന്റെ കറസ്പോണ്ടന്റായി വർക്ക് ചെയ്യാണ്. കമ്മീഷണറുടെ വധവുമായി ബന്ധപ്പെട്ട പെൺകുട്ടിയാണ് ഇന്ന് രാവിലെ ഹോട്ടലിൽ വെച്ച് കൊല്ലപ്പെട്ടത്. കുറച്ചു കാലമായി ദുരൂഹമായി തുടരുന്ന സംഭവങ്ങളെപ്പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ എനിക്കത് വളരെ സെൻസേഷനായ റിപ്പോർട്ടാക്കി മാറ്റാൻ പറ്റും. ഇത്രയുമാണ് എന്റെ സ്വാർത്ഥത. ഒരു സെൻസേഷനും ഉണ്ടാക്കണ്ട. ഒരു നിരപരാധിയുടെ ദുരന്ത കഥ എന്നൊരു തലക്കെട്ടോടുകൂടി എന്തെങ്കിലും എഴുതി എന്നെ ഒന്ന് രക്ഷിക്ക്. അങ്ങനെയെങ്കിലും എന്റെ പെണ്ണുങ്ങളെ പറ്റിയുള്ള അഭിപ്രായം ഒന്ന് മാറിക്കിട്ടെ. What do you mean? ഒരു പെണ്ണ് കാരണമാണ് ഞാൻ ഇന്ന് ഈ ഗതിയിലായത്. സത്യം പറയും. നിങ്ങൾക്ക് ഗൂഢോദ്ദേശം വല്ലതും ഉണ്ടോ? ഞാൻ പൊക്കോളാം. മിസ്റ്റർ വേണുവിന് മരിക്കാൻ എത്ര ഭയമാണോ? എന്നായാലും നമ്മളൊക്കെ മരിക്കേണ്ടവരല്ലേ? വേണ്ട, അത്ര പെട്ടെന്നൊന്നും മരിക്കാൻ എനിക്ക് ഇഷ്ടമല്ല. എന്റെ പ്രായത്തിലുള്ള എല്ലാവർക്കും ഉള്ളതുപോലെ ആഗ്രഹങ്ങൾ എനിക്കുണ്ട്. ഞാൻ ഇഷ്ടപ്പെടുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന നല്ല ചന്തമുള്ള ഒരു പെണ്ണിനെ സ്വന്തമാക്കണം. പ്രേമത്തിന്റെ മധുരം എന്താണെന്ന് അറിയണം. കുഞ്ഞുകുട്ടി പരാധീനങ്ങൾ ഒരു കുടുംബം കെട്ടിപ്പടുക്കണം. ഇതൊക്കെ കഴിഞ്ഞിട്ടേ മരിക്കുന്നു. ആഗ്രഹം ഇത്രയൊക്കെ ഉള്ളൂ? അങ്ങനെ ആചാരവിധി പ്രകാരം നടത്തേണ്ട കാര്യമൊന്നുമല്ല. അവിചാരിതമായ കണ്ടുമുട്ടൽ. ഇഷ്ടമാണോ അല്ലയോ എന്നറിയാനുള്ള ആകാംക്ഷ. ഇഷ്ടമാണ് എന്നറിയുമ്പോഴുള്ള നൊമ്പരം കലർന്നൊരു പരവേശം. പരസ്യപ്പെടുത്തി പെണ്ണെ കണ്ട എനിക്കിതൊന്നും അനുഭവിച്ചറിയാൻ കഴിയില്ല. ഇത് വല്ലാത്തൊരു അസുഖമാണല്ലോ. ആ സുഖമാണ് എന്റെ സുഖം. ഓക്കെ, കുറെ ഓടിയതല്ലേ, ഒന്ന് വിശ്രമിക്കൂ.
നീ മുറി ഉപയോഗിക്കാം. ഇല്ലില്ല, എനിക്കിപ്പോ വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല. എന്നാ എനിക്ക് തോന്നുന്നുണ്ട്. ഗുഡ് നൈറ്റ്. റൈറ്റ്. അല്ല ഞാൻ ഹലോ 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 കവറിന് പുറത്ത് മേൽവിലാസം ഓർമ്മിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു പ്രശ്നമില്ലായിരുന്നു. ഞാൻ മുഴുവൻ വായിച്ചതാണ്, പക്ഷെ ഓർത്തു വെച്ചില്ല. ഓർത്തു വെക്കേണ്ട കാര്യമില്ലായിരുന്നല്ലോ. ഒരു വട്ടം വായിച്ചിരുന്ന എന്ന സത്യമാണോ? ഐ എം ഷുവർ. ഐ തിങ്ക് ദ നെയിം വാസ് തോമസ് മാത്യു ഓർ മാത്യു ജോർജ്. എനി ഹൗ മാത്യു വാസ് ദേർ. ഒരു വട്ടം വായിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു മനഃശാസ്ത്രജ്ഞനെ കാണാം. അയാൾക്കൊരു പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് മേൽവിലാസം ചികഞ്ഞെടുക്കാൻ കഴിഞ്ഞെന്ന് വരും. അതെങ്ങനെ? അയാൾ വേണുവിനെ ഹിപ്നോട്ടൈസ് ചെയ്ത് ഉറക്കും. ഉറങ്ങുന്നത് ബോധ മനസ്സാവും. ഉപബോധ മനസ്സ് ആ നേരം ഉണരും. മറന്നുപോയത് നമ്മൾ ഓർക്കും. സുഖകരമായ ഒരു ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് നിങ്ങൾ ആണ്ടുപോവുകയാണ്. ഇതാ, ഒരു ഹിപ്നോട്ടിക് നിദ്രയിലേക്ക് നിങ്ങൾ ആണ്ടുപോവുകയാണ്. നിങ്ങൾ മറ്റൊന്നും ഇപ്പോൾ ചിന്തിക്കുന്നില്ല. മനസ്സും ശരീരവും ഒരു ബിന്ദുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളുടെ ഉപബോധ മനസ്സ് ഉണരുകയാണ്. നിങ്ങളുടെ കൺപോളകൾ താനേ അടഞ്ഞു. ഇപ്പോൾ നിങ്ങളെല്ലാം വ്യക്തമായി ഓർക്കുന്നുണ്ട്. മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കുന്നില്ല. അതാ ലക്ഷ്മി. ലക്ഷ്മി ടാക്സിയിൽ നിങ്ങളുടെ അടുത്തിരിക്കുകയാണ്, തൊട്ടടുത്തിരിക്കുകയാണ്. സുന്ദരിയായ ആ പെൺകുട്ടിക്ക് ഒരു ലിഫ്റ്റ് കൊടുക്കുവാൻ നിങ്ങൾക്ക് വിരോധമില്ല. മറ്റൊന്നും ഇപ്പോൾ നിങ്ങൾ ഓർക്കുന്നില്ല. അവളതാ ഒരു കവർ പുറത്തെടുക്കുന്നു. ഒരു കടലാസിൽ എന്തോ എഴുതുന്നു. നിങ്ങൾക്കത് വ്യക്തമായി വായിക്കാൻ കഴിയുന്നുണ്ട്. പറയൂ, എന്താണ് അവൾ പേപ്പറിൽ എഴുതിയത്? എനിക്ക് കാണാൻ കഴിയുന്നില്ല. ലക്ഷ്മി എന്തോ എഴുതുന്നത് നിങ്ങൾ കാണുന്നില്ലേ? കാണുന്നു. അതാ ആ പേപ്പർ അവൾ കവറിനകത്തിട്ട് കഴിഞ്ഞു. അതാ ഇപ്പോൾ ലക്ഷ്മി ആ കവറിന് പുറത്തൊരു മേൽവിലാസം എഴുതുന്നു. നിങ്ങൾക്കത് ശരിക്കും കാണാൻ കഴിയുന്നുണ്ട്. തോമസ് എന്നാണോ മാത്യു എന്നാണോ? പറയൂ, നിങ്ങൾക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നുണ്ട്. ഉണ്ട്. എന്താണ്? വായിക്കൂ. തോമസ് മാത്യു. വായിക്കൂ. തോമസ് മാത്യു, പാലസ് ലോഡ്ജ്, നന്ദപുരം PO. ഇനി എന്താ അറിയേണ്ടത്? ഏതെങ്കിലും പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടോന്ന് ചോദിക്കൂ. മിസ്റ്റർ വേണു, നിങ്ങൾ ഏതോ ഒരു പെൺകുട്ടിയെ സ്നേഹിക്കുന്നുണ്ടല്ലോ. ആരാണവൾ? എന്താണ് അവളുടെ പേര്? അത് സുനിത മേനോൻ. നിങ്ങൾക്ക് അവളെ വളരെ ഇഷ്ടമാണ്? എന്റെ മനസ്സിൽ ഞാൻ എന്നും ഓമനിച്ചിരുന്ന രൂപവും ഭാവമാണ് സുനിതയ്ക്ക്.
മോർണിംഗ്. എന്താ കാര്യം? സാർ എന്റെ പേര് തോമസ് മാത്യു. ഞങ്ങളെ കുറച്ച് ദിവസമായിട്ട് ഇവിടെ പാലസ് ലോഡ്ജിൽ താമസിക്കായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് ട്രിവാൻഡ്രത്ത് നിന്നിട്ട് ഒരു ഫ്ലൈറ്റ് ക്യാച്ച് ചെയ്യണം. അപ്പൊ കുറെ ലെറ്റേഴ്സ് വരാനുണ്ട്, അതൊന്ന് നോക്കി പറയാമോ? പോസ്റ്റ്മാൻ വരട്ടെ. അയ്യോ, ഫ്ലൈറ്റ് കിട്ടിയില്ലേ പിന്നെ വിസ ക്യാൻസൽ ആയിപ്പോ സാർ. വിസയോ? സാർ ഞങ്ങൾക്ക് ഈ ഫ്ലൈറ്റ് പിടിച്ച് നേരെ കൽക്കട്ടയിൽ ചെന്ന് അവിടെ നേരെ ഫ്ലൈറ്റ് പിടിച്ച് ബോംബെ ചെന്ന് അവിടെ നേരെ ഫ്ലൈറ്റ് പിടിച്ച് സൗദി ചെന്നില്ലെങ്കിൽ എന്റെ വിസ, എന്റെ ജോലി എല്ലാം മൊത്തത്തിൽ പോസ്റ്റ്മാൻ വരുന്നവരെ കാത്തിരുന്നാൽ ഞങ്ങൾ ആപ്പിലായി പോകും സാർ. ഏയ് മിസ്റ്റർ, നിങ്ങളാണ് തോമസ് മാത്യു എന്ന് എനിക്കറിയില്ലല്ലോ. അയ്യോ തോമസ് മാത്യു ഞാൻ അല്ലെങ്കിൽ പിന്നെ എനിക്ക് കത്തുകൊണ്ടെന്ത് കാര്യം സാർ? സാർ എന്റെ വിസ, എന്റെ ജോലി സത്യമാണ് സാർ. ഞാനാണ് സാർ തോമസ് മാത്യു. ഞാനാണ് തോമസ് മാത്യു. അച്ഛനാണ് സത്യം. ഞാനാണ് സാർ തോമസ് മാത്യു. ഞാനാണ് തോമസ് മാത്യു. തോമസ് മാത്യു. നിൽക്കണം. ഗോപി, ഇവിടെ ഒരു തോമസ് മാത്യു ലെറ്റർ ഉണ്ടോ നോക്ക്. തോമസ് മാത്യു, നന്ദപുരം പാലസ്. ഉണ്ട് സാർ. നിക്കടോ. തോമസ് മാത്യു, പാലസ് ലോഡ്ജ്, നന്ദപുരം പി ഒ. സാർ ഈ ലെറ്റർ എന്റെ ജീവനോളം വിലയുണ്ട് സാർ. താങ്ക് യു സാർ. താങ്ക് യു താങ്ക് യു താങ്ക് യു. എന്നെ ഈ ഗതിയിലാക്കിയത് നീയാണ്. ഇതിന്റെ പുറത്തെ മേൽലാസത്തെ ചൊല്ലിയ എത്രയോ അടി ഇടി ഞാൻ വാങ്ങിച്ചു കൂട്ടിയത്. ഏതായാലും പൊട്ടിക്കട്ടെ. പിന്നല്ലാതെ. എന്തോന്നാ ഇത്? സെയിന്റ് ജോസഫ് പ്ലസ് ഗോൺസാൽവസ്. എന്താ ഇത്? സെന്റ് ജോസഫ് പ്ലസ് ഗോൺസാൽവസ് എന്ന് വെച്ചാ സെന്റ് ജോസഫും ഗോൺസാൽവസും. ആരേവന്മാരെ? സെന്റ് ജോസഫ് എന്ന് പറഞ്ഞ ഒരു ക്രിസ്തീയ മത പ്രചാരകനായിരുന്നെന്ന് തോന്നുന്നു. അതൊന്നുമല്ല. ചിലപ്പോ സെന്റ് ജോസഫിനെയും ഗോൺസാൽവസിനെയും തട്ടിക്കളയ എന്നവരായിരിക്കും ഉദ്ദേശിക്കുന്നത്. അടിയിൽ 3 വെടിയുണ്ട വരച്ചു വെച്ചിരിക്കുന്ന കണ്ടില്ലേ? മണ്ണാങ്കട്ട. ഇത് വെടിയുണ്ടൊന്നുമല്ല. വെടിയുണ്ട എങ്ങനെയാണോ? ഇത് 3 നക്ഷത്രമാ. എന്നാ പിന്നെ സെന്റ് ജോസഫും ഗോൺസാൽവസും ഏതോ നക്ഷത്ര നിരീക്ഷകന്മാരായിരിക്കും. ഈ കടലാസ് കഷ്ണത്തിന് വേണ്ടിയാണോ ഇത്രയും പ്രശ്നം ഉണ്ടായത്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത എന്തെങ്കിലും അർത്ഥം ഉണ്ടായിരിക്കും. എന്തർത്ഥം? അതെനിക്കെങ്ങനെ അറിയാം? പിന്നെ ആർക്കാ അറിയാവുന്നത്? ചിലപ്പോ തോമസ് മാത്യുവിന് അറിയായിരിക്കും. എന്നാ നമുക്കിത് അങ്ങേരെ തന്നെ ഏൽപ്പിച്ചേക്കാം. ഈ സാധനത്തിന് വേണ്ടി അവന്മാർ എന്നെ കൊല്ലാൻ നോക്കിയത് എന്തിനാന്ന് എനിക്ക് മനസ്സിലാത്തത്. ഇത് നക്ഷത്രമല്ല. മൈ ഗോഡ്, ഇങ്ങനെയാണ് റോമൻ ലെറ്റേഴ്സിൽ ഡയമണ്ട്സ് എന്ന് എഴുതുന്നത്. തീർച്ചയായും ഇതെന്തോ കോഡാണ്. ഡയമണ്ട്സാ? അതെ, ഉദയവർമ്മയുടെ കൊട്ടാരത്തിൽ നിന്ന് കാണാതായ കോടിക്കണക്കിന് രൂപ വിലയുള്ള ഡയമണ്ട്സ്. ഇപ്പോൾ പലതും വ്യക്തമായി വരുന്നു. ഡയമണ്ട്സിനെ പറ്റിയുള്ള രേഖകൾ പോലീസ് കമ്മീഷണറെ ഏൽപ്പിക്കാൻ റെസ്റ്റോറന്റിൽ ചെന്നതായിരുന്നു അന്ന് ശ്രീദേവി. അവിടെ വെച്ച് കമ്മീഷണർ കൊല ചെയ്യപ്പെട്ടു. അതിനുശേഷമാണ് തോമസ് മാത്യുവിന് ഈ കവർ പോസ്റ്റ് ചെയ്യാൻ ശ്രീദേവി തീരുമാനിച്ചത്. ഡയമണ്ട്സിനെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടുകയില്ലെന്ന് മനസ്സിലായപ്പോൾ മിസ്റ്റർ വേണു പറഞ്ഞ ഡേവിഡ് ആന്റണി ഫെർണാണ്ടസിന്റെ ആളുകൾ ശ്രീദേവിയെ കൊന്നതായിരിക്കും. തോമസ് മാത്യു അപ്പോ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കും. ആയിരിക്കാനാണ് സാധ്യത. എനിക്ക് എങ്ങനെയെങ്കിലും എന്റെ ജീവൻ രക്ഷിക്കണം. സുനിത ഒരു കാര്യം ചെയ്യും. തോമസ് മാത്യുവിനെ കണ്ടിട്ട് ഞാൻ ശ്രീദേവിയെ കൊന്നിട്ടില്ലെന്ന് പറയണം. എന്റെ ജീവൻ രക്ഷിക്കാമെങ്കിൽ ഈ പേപ്പറിലെ രഹസ്യം പറഞ്ഞു തരാമെന്നും പറയണം. നമുക്ക് ഒരുമിച്ച് നിന്ന് കാണാം. അയാൾ പോലീസ് ബുദ്ധി കാണിച്ച് ആദ്യം എന്നെ പിടിച്ചാത്താക്കും. നമുക്ക് ആകെയുള്ളൊരു പിടി ഇപ്പോൾ ഈ പേപ്പർ മാത്രമാണ്. എന്നെ രക്ഷിക്കാമെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം ഈ കോഡ് കൈമാറിയാൽ മതി. ഫെർണാണ്ടസ് എന്ന ദ്രോഹിയുടെ കയ്യിൽ അകപ്പെടുന്നതിന് മുമ്പ് എനിക്ക് സംരക്ഷണം കിട്ടണം. ഓക്കെ, ഞാൻ തോമസ് മാത്യുവിനെ മീറ്റ് ചെയ്യാം. അവിടെ ആരാ മിസ്റ്റർ തോമസ് മാത്യു? ഞാനാണ് തോമസ് മാത്യു. പ്ലീസ് കം ഇൻ. താങ്കൾ ഒരു പോലീസ് ഉദ്യോഗസ്ഥനായിരിക്കുമെന്ന് ഞാൻ ഊഹിക്കുന്നു. അതെ,
ശ്രീദേവി എന്ന പെൺകുട്ടി ഒരു കവർ കമ്മീഷണറെ ഏൽപ്പിക്കാൻ ഡെൽമൂൺ റെസ്റ്റോറന്റിൽ ചെന്നു. അവളത് കമ്മീഷണറെ ഏൽപ്പിക്കുന്നതിന് മുൻപ് ഏതോ ആക്രമികൾ കമ്മീഷണറെ കൊല ചെയ്തു. പിന്നീട് ആ കവർ താങ്കളുടെ പേരിൽ പോസ്റ്റ് ചെയ്തു. ശ്രീദേവി മരിച്ചു. ഏതോ ഒരു ഡേവിഡ് ആന്റണി ഫെർണാണ്ടസിന്റെ ആളുകളാണ് ഈ 2 കൊലപാതകങ്ങളിലും പിന്നിലുണ്ടായിരുന്നെന്ന് മനസ്സിലായി. അത് നിങ്ങൾക്ക് എങ്ങനെ അറിയാം? ശ്രീദേവി താങ്കളുടെ പേർക്ക് അയച്ച കവർ കൈക്കലാക്കാൻ വേണ്ടി ഫെർണാണ്ടസിന്റെ ആളുകൾ വേണുഗോപാൽ എന്നൊരു നിരപരാധിയെ കൊല്ലാക്കൊല ചെയ്തു. മിസ്റ്റർ വേണുഗോപാൽ ഇപ്പോൾ എവിടെയുണ്ട്? ശ്രീദേവിയെ കൊന്നത് അയാളാണെന്ന് പോലീസ് സംശയിക്കുന്നു. ഡയമണ്ട്സിനെ പറ്റിയുള്ള ചില രേഖകളാണ് ആ കവറിലുള്ളതെന്ന് മനസ്സിലായി. എങ്ങനെ മനസ്സിലായി? ആ കവർ ഇപ്പോൾ ഞങ്ങളുടെ പക്കലുണ്ട്. എന്നാൽ അതിങ്ങി തന്നേക്കൂ. പക്ഷേ വേണുഗോപാലിനെ രക്ഷിക്കാമെന്ന് താങ്കൾ ഉറപ്പു തരണം. ഡയമണ്ട്സിനെ പറ്റിയുള്ള രേഖകൾ എന്നെ, അതായത് പോലീസിനെ ഏൽപ്പിച്ചാൽ വേണു ശ്രീദേവിയെ കൊന്നിരിക്കാൻ ഇടയില്ലെന്ന് വാദിക്കാമല്ലോ. ഡയമണ്ട്സിൽ താല്പര്യമില്ലെങ്കിൽ വേണു എന്തിന് ശ്രീദേവിയെ കൊല്ലണം? തീർച്ചയായും എനിക്ക് വേണുവിനെ രക്ഷിക്കാൻ കഴിയും. ഇറ്റ്സ് എ വേർഡ്. താങ്ക് യു സർ. നോട്ട് അറ്റ് ഓൾ. ആ കവറിങ് തന്നേക്കൂ. അത് കൊണ്ടുവന്നിട്ടില്ല. വായ്? ഫെർണാണ്ടസിന്റെ ആളുകൾ എപ്പോൾ എവിടെ വെച്ച് ഞങ്ങളുടെ മുന്നിൽ എത്തുമെന്നറിയില്ല. ആ കവർ അവരുടെ കൈ കിട്ടിയാൽ മാത്രമല്ല, രക്ഷിക്കാമെന്ന് സാറിന്റെ ഉറപ്പ് കിട്ടിയിട്ട് അത് ഏൽപ്പിക്കാമെന്ന് മിസ്റ്റർ വേണു പറഞ്ഞു. നാളെ കാലത്ത് 10 മണിക്ക് ന്യൂ തിയേറ്ററിൽ വന്ന ആ കവർ സാറിനെ ഏൽപ്പിക്കാം. ഓക്കെ ഓക്കെ. അതിനു മുൻപ് മറ്റാരെയും ആ കവർ ഏൽപ്പിക്കരുത്. അത് മിസ്റ്റർ വേണുവിനോട് പറഞ്ഞേക്കൂ. ഹിസ് ലൈഫ് ഈസ് സെക്യൂർ, ഐ കൻ അഷ്വർ യു. താങ്ക് യു സർ. ബൈ. എക്സ്ക്യൂസ് മീ, തീപ്പെട്ടിയുണ്ട്? ഇല്ല. Welcome, Mr. Thomas Matthew. I'm sorry, Mr. Udaya Verma. പേര് മാറ്റി താമസിക്കുന്നത് കൊണ്ട് കണ്ടുപിടിക്കാൻ അല്പം വിഷമിച്ചു. സാരമില്ല. എന്റെ പേര് ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. ഹലോ, എസ് ഐ മിസ്റ്റർ രാജഗോപാൽ അല്ലേ? യെസ്, രാജഗോപാൽ ഹിയർ. ഞാൻ കൊന്നിട്ടില്ല സാർ. ആരെയും ഞാൻ കൊന്നിട്ടില്ല സാർ. ആരാ നിങ്ങൾ? ഞാൻ രാംദാസ്. ഉദയവർമ്മയെ കൊല്ലുന്നതായി ഞാൻ അഭിനയിച്ചതാണ് സാർ. കമ്മീഷണർക്കും എനിക്കും ഉദയവർമ്മയ്ക്കും മാത്രം അറിയാവുന്ന ഒരു രഹസ്യ നാടകമായിരുന്നു അത്. കമ്മീഷണർ മരിച്ചതോടെ പിന്നെ എനിക്ക് ആരുമില്ലാതായി. ഉദയവർമ്മ എവിടെയോ ഒളിച്ചിരിപ്പുണ്ട്. എവിടെയാണെന്ന് അറിയില്ല. സാറിന് എന്നെ രക്ഷിക്കാൻ കഴിയുമോ? എവിടെ നിന്നാണ് നിങ്ങൾ സംസാരിക്കുന്നത്? അത് ഞാൻ പറയില്ല സാർ. നിങ്ങൾ എന്നെ വന്ന് കാണും. കാണുന്നതിന് മുമ്പ് സാർ ഉദയവർമ്മ അന്വേഷിച്ച് കണ്ടുപിടിക്കണം. എന്തായാലും നിങ്ങൾ എന്റെ വീട്ടിലേക്കൊന്ന് വരൂ. അകത്താക്കാനല്ലേ സാറേ? ചെയ്യാത്ത തെറ്റിന്റെ പേരിൽ എന്നെ ശിക്ഷിച്ചാൽ ദൈവം പുറക്കില്ല കേട്ടോ. തന്നെ രക്ഷിക്കാമെന്ന് ഞാനല്ലേ പറയുന്നത്. അങ്ങനെ ഇപ്പൊ സാറ് രക്ഷിക്കണ്ട. ആദ്യം വർമ്മയെ കണ്ടുപിടിക്കും സാറേ. താൻ എവിടെ നിന്നാ സംസാരിക്കുന്നത്? എവിടെ നിന്നാണോ? ആദ്യം വർമ്മയെ കണ്ടുപിടിക്കും സാറേ. എവിടെ നിന്നാ സംസാരിക്കുന്നത് പറയില്ലേ? പറയാൻ ഇപ്പൊ മനസ്സില്ല. റാസ്കൽ റാസ്കൽ തന്റെ അച്ഛൻ പോവാ. ഹലോ 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 ഹലോ, നിൽക്കാതെ നിൽക്കാതെ. സോറി, ഞാൻ അല്പം വൈകി. വേണു എവിടെ? തിയേറ്ററിനകത്തുണ്ട്. വിളിക്കൂ. Catch him!
എന്തായി പറയുന്നത്? വാട്ട് യു മീൻ? ഞാൻ സുനിതയല്ലെന്ന്. എന്റെ പേര് ആനി. ആനി എബ്രഹാം. ആനി എബ്രഹാം എന്ന് വെച്ചാൽ ആർ യു ക്രിസ്ത്യൻ? Yes. അപ്പൊ സുനിത എന്ന് പറഞ്ഞോ? അല്ലെങ്കിൽ എന്റെ പേരാണെന്താ? 2 ദിവസത്തിനുള്ളിൽ ഞാൻ 2 പെൺകുട്ടികളെ പരിചയപ്പെട്ടു. അതിലൊരുത്തി കാരണം എന്റെ ജീവൻ തന്നെ അപകടത്തിലായി. ഇനി നിങ്ങൾക്ക് അതിൽ കൂടുതൽ എന്തുണ്ടാകാൻ? ഞാനൊരു ജേർണലിസ്റ്റ് അല്ല. എനിക്ക് അത്ഭുതമില്ല. ഇനി ഒരു കാര്യം കൂടെ ചെയ്താൽ കൊള്ളാം. ഒരു റിവോൾവർ എടുത്ത് എന്റെ നെഞ്ചിനെ വരെ കാഞ്ചിന്ന് വിളിച്ചേ. എന്തിനാ ഇങ്ങനെ അപ്സെറ്റ് ആവുന്നത്? ആരെങ്കിലും വഞ്ചിക്കാനോ കൊല്ലാനോ എനിക്ക് ഉദ്ദേശമില്ല. അന്ന് വിജയമേനോനെ കാണാനെന്നും പറഞ്ഞ് നിങ്ങളുടെ മുറി വന്നത് സത്യത്തിൽ നിങ്ങളെ കാണാൻ വേണ്ടി തന്നെ ആയിരുന്നു. ആഴ്ചകൾക്ക് മുൻപ് ചേട്ടന് ഏതോ അക്രമികൾ ഒരു ഹോട്ടലിൽ വെച്ച് വെടിവെച്ച് കൊന്നു. ഇയാളെ എവിടെ വെച്ചെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. വേണുവിനെ കുഴപ്പത്തിൽ ചാടിച്ച് ശ്രീദേവി എന്ന പെൺകുട്ടി ചേട്ടന്റെ കാമുകയായിരുന്നു. സ്വന്തം വീട്ടിലൊരു ഔട്ട്സൈഡർ ആയിരുന്നു എന്റെ ചേട്ടൻ. ചേട്ടനെ ഞാൻ കുറ്റപ്പെടുത്തിയില്ല. ചെറുപ്പത്തിൽ അമ്മച്ചി മരിച്ചതിന് ശേഷം റബ്ബറിൽ നിന്നുണ്ടാക്കിയ വരുമാനത്തിൽ മാത്രം ശ്രദ്ധിച്ചിരുന്ന അപ്പച്ചൻ ഒരു വഴിപാട് പോലെ ഞങ്ങളൊരു ബോർഡിങ്ങിൽ കൊണ്ടാക്കി. വെക്കേഷൻ വരുമ്പോ ഞങ്ങൾക്ക് എങ്ങും പോകാനുണ്ടായിരുന്നില്ല. വീട്ടിലെത്തിയാൽ ഒരല്പമെങ്കിലും സ്നേഹം തരാൻ അപ്പച്ചന് സമയം ഉണ്ടായിരുന്നില്ല. എത്രയോ വട്ടം ഒതുങ്ങിയ ഇടനാഴികളിൽ ഞങ്ങൾ പരസ്പരം നോക്കി കണ്ണീരൊഴുക്കിയിട്ടുണ്ട്. വർഷങ്ങൾ കൊണ്ട് ചേട്ടനൊരു മരവിച്ച മനുഷ്യനായി വിലക്കുകൾ തട്ടിമാറ്റി ഏതെല്ലാമോ വഴികളിൽ സഞ്ചരിച്ചു. ഒടുവിൽ ഞാനിന്ന് ഒറ്റയ്ക്കാണ്. അപ്പച്ചൻ ആദ്യം പോയി. എനിക്കെല്ലാം ഉണ്ട്, പക്ഷെ എനിക്കൊന്നുമില്ല. എന്റെ ചേട്ടനെ ആരാണ് കൊന്നതെന്ന് എനിക്കറിയില്ല. വേണുവിന് ചേട്ടനുമായി ബന്ധം കാണുമെന്ന് ഞാൻ ആദ്യം കരുതി. ഐ എം സോറി. ചേട്ടന്റെ മരണത്തിന് കാരണക്കാരായവരെ എനിക്ക് കണ്ടുപിടിക്കണം. എന്നെ ഈ ലോകത്ത് തനിച്ചാക്കിയവരോട് എനിക്ക് പകയുണ്ട്. വേണോ? ഇനി അങ്ങോട്ട് തനിച്ചല്ലെന്ന് വിചാരിക്കും. ഹലോ, രണ്ടുപേരും മരിക്കാനൊരുങ്ങിക്കോളൂ. ഹലോ, 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 ആരാ? ആരാടെന്നൊന്നും പറഞ്ഞില്ല. ഉടനെ മരിക്കാൻ തയ്യാറായിക്കൊള്ളാം. സുനിതകത്തിരുന്നുള്ളൂ. വേണു, വേണു, വേണു.
വേണു വേണു ഇതിന്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ലായിരുന്നു. കുട്ടിയുടെ ജ്യേഷ്ഠൻ ജോൺ കാരണമാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. മിസ്റ്റർ ഉദയവർമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ഡയമണ്ട്സിനോട് എനിക്ക് ഭ്രമം തുടങ്ങിയിട്ട് വളരെ കാലമായി. വർമ്മയുടെ മകളെ പാട്ടിലാക്കാനും അതുവഴി ഡയമണ്ട്സ് ഇരിക്കുന്ന ഇരിപ്പിടം കണ്ടുപിടിക്കാനും ജോണിനെ നിയോഗിച്ചത് ഞാനായിരുന്നു. പക്ഷെ എന്തു പറ്റി? ഡയമണ്ട്സ് മോഷ്ടിച്ചപ്പോ പയ്യൻസ് ആളങ്ങ് മാറി. അപ്പോഴേക്കും ശ്രീദേവിയോട് അവന് യഥാർത്ഥ പ്രേമം തോന്നിയത്രേ. ഡയമണ്ട്സ് എവിടെയോ ഒളിപ്പിച്ചതിന് ശേഷം അവനും ആ പെണ്ണും കൂടി കടന്നു കളയാൻ ശ്രമിച്ചു. അതിനുശേഷം സത്യം പറഞ്ഞാൽ എന്തൊക്കെയാണ് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. ആരൊക്കെയോ ചത്തെന്നോ കൊന്നെന്നോ ഒക്കെ പറയുന്നത് കേട്ടു. നൊന്തോ കുട്ടാ? എന്നാലേ ഈ വയസ്സായ മനുഷ്യനോട് ക്ഷമിച്ചു കളാ. ആ കവറിങ് തന്നേക്ക്. ഡയമണ്ട്സിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും ആ കവറിലില്ലേ? പ്ലീസ്, എനിക്ക് വേഗം പോകണം, കിടന്നുറങ്ങണ്ടേ. ആ കവറിങ് തരൂ പ്ലീസ്. കവർ എന്റെ ഇല്ല, കളഞ്ഞുപോയി. കുട്ടി വെറുതെ ഓരോ തമാശയൊക്കെ പറയുന്നത് കേട്ടില്ലേ? പറയുന്നതിനെ എന്തെങ്കിലുമൊക്കെ ഒരു യുക്തി വേണ്ടടാ മോനെ. എനിക്കിവിടെ പരതി നടക്കാനൊന്നും വയ്യ. പ്രായമായില്ലേ? ഈ റിവോൾവറിലാണെങ്കിൽ ബുള്ളറ്റ്സും കുറവാ, പിന്നെ വെടിയുണ്ടയ്ക്കാണ് തീ പിടിച്ച വിലയുമാ. ആ കവറിങ് തരൂ. മിന്നൽ ബാബുവിന്റെ അടുത്താണ് അവന്റെയൊക്കെ കളി. അയ്യോ, ഒരു കൈയില്ലാത്തവനാണേ, എന്തെങ്കിലും തരണേ. കണ്ടില്ല. അവൻ പള്ളിക്കകത്ത് തന്നെ കാണും. എപ്പോഴെങ്കിലും പുറത്തിറങ്ങാതിരിക്കില്ലല്ലോ. ഇവിടെ ഇരുന്ന് ലാവിഷായിട്ട് തണ്ട. വണ്ടി എടുത്ത്. അയ്യോ, ഈ അഗതിക്ക് വല്ലോം തരണേ. എന്താണ് ഇത് കാണാനാണ് വെച്ചിരിക്കുന്നത്? എന്താ ഇത് കാണാനാണ് വെച്ചിരിക്കുന്നത്? ഞാൻ ഡിവൈഎസ്പിയാണ്. എന്നെ ഐഡിയാക്കാൻ കാണാം. ഭ്രാന്തന്മാരെ ഇറങ്ങില്ല. നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പോലീസിന് കീഴടങ്ങുന്നതാണ് നല്ലത്. പക്ഷെ നിരപരാധിയാണെന്ന് തെളിയിക്കാൻ എനിക്ക് സാധിക്കില്ലല്ലോ. കമ്മീഷണർ കൊല ചെയ്യപ്പെട്ടോടെ കളി കാര്യമായില്ലേ ഫാദർ? ഈ കുട്ടിയെ എന്ത് പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയില്ല. കെട്ടുകഥകളിൽ പോലും കേട്ടിട്ടില്ല ഇത്തരം അവിചാരിതമായ പരീക്ഷണങ്ങൾ. ദാസൻ അറിയാമോ, ശോഭയുടെ ചേട്ടൻ വേണുവിനെയും പോലീസ് തിരയുകയാണ്. ശോഭയുടെ ചേട്ടനോ? എപ്പോ? എങ്ങനെ? അതാണ് ഞാൻ പറഞ്ഞത്. ട്രൂത്ത് ഈസ് സ്ട്രേഞ്ചർ ദൻ ഫിക്ഷൻ. ഈ കുട്ടിക്ക് പ്രിയപ്പെട്ടവരായി 2 പേർ 2 സാഹചര്യങ്ങളിൽ ഒരേ തരത്തിലുള്ള കുറ്റം ചെയ്തവരായി കരുതപ്പെടുക എത്ര വിചിത്രമായിരിക്കുന്നു എന്ന് നോക്കൂ. ദാസൻ അവിടെ നിൽക്കൂ. അത് ചിലപ്പോ പോലീസാണെങ്കിൽ? ആണെങ്കിൽ പിടികൊടുക്കണം. ദാസേട്ടൻ രക്ഷപ്പെട്ടോട്ടെ ഫാദർ. ഒളിച്ചോട്ടം ഒന്നിനൊരു പരിഹാരമാർഗമല്ല കുഞ്ഞെ. ഫാദർ, എന്നെ കൊലയ്ക്ക് കൊടുക്കുകയാണോ ഫാദർ? സത്യം പരാജയപ്പെട്ട ചരിത്രമില്ലെന്ന് നീ മനസ്സിലാക്കൂ.
ഫാദറാണ് എനിക്കും എന്റെ പെങ്ങൾക്ക് ഒരു ജീവിതം തന്നത്. ഫാദറിന്റെ വേണു തെറ്റ് ചെയ്തിട്ടില്ലെന്ന് അറിയിക്കാനാണ് ഞാൻ വന്നത്. മറ്റാരും ഒന്നും ബോധ്യപ്പെടുത്തേണ്ട കാര്യം എനിക്കില്ല. എല്ലാവർക്കും എന്റെ ജീവനാണ് വേണ്ടതെങ്കിൽ അവരെ എടുത്തോട്ട് ഫാദർ. എന്നെ പരിചയമുണ്ടോന്ന് അറിയില്ല. ടിവിയിലും പത്രത്തിലും ഒക്കെ എന്റെ പടം കണ്ടാണ്. ഉദാഹരണമായി കൊന്നത് ഞാനാണ്. നമ്മൾ രണ്ട് കൊലപാതകങ്ങൾ ഒന്നിച്ചു ചേർന്നാൽ നമുക്കിവിടെ പല അത്ഭുതങ്ങൾ കാണിക്കാൻ പറ്റും. ദാസൻ, എനിക്ക് വല്ലാതെ വിശക്കുന്നു. ഓടി ഓടി തളർന്നു. വരൂ. ഫാദർ, കുറച്ചു നാളായി ഞാനിവനെ നോക്കി നടക്കുന്നു. നിരപരാധിയാണ് സാർ. ദാസന് ശോഭയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നതല്ല കാര്യം. വെറും ഒരു പരിചയക്കാരനാണെങ്കിൽ പോലും എങ്ങനെ ഇത് സഹിക്കാനാവും? നമുക്കിപ്പോ എന്ത് ചെയ്യാൻ കഴിയും? പോലീസിൽ സറണ്ടർ ചെയ്യാനാണ് ഫാദർ എന്നെ നിർബന്ധിക്കുന്നത്. വർമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പൊ ആ മനുഷ്യൻ എവിടെ ചെന്നായാലും അന്വേഷിക്കും. ദൈവം എപ്പോഴും സത്യത്തിനോട് നിൽക്കുമെന്ന് ഫാദർ നമ്മെ പഠിപ്പിച്ചു വെറുതെയായിരുന്നു. എന്താണ് ഈ സെയിന്റ് ജോസഫ് പ്ലസ് ഗോൺസാൽവസ്? അത് ചിലപ്പോ വർമ്മ ഒളിച്ചിരിക്കുന്ന സ്ഥലമാവും. എവിടെ വർമ്മയുടെ ഫോട്ടോ നോക്കട്ടെ. എവിടെയാണ് മനുഷ്യ താൻ ഒളിച്ചിരിക്കുന്നത്? ഓർമ്മ വെച്ച നാൾ മുതൽ കർത്താവിന്റെ ക്രൂശിത രൂപത്തിന് മുന്നിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കാൻ തുടങ്ങിയതാണ്. ഏതാപത്തിലും കർത്താവ് നമ്മുടെ രക്ഷയ്ക്കെത്തുമെന്ന് വിശ്വസിച്ചു. എനിക്കിപ്പോൾ ഒന്നിനും വിശ്വാസമില്ല. ശോഭേ, ഫാദർ, ഫാദർ, എന്താ വേണു? ഫാദർ, ഗോൺസാൽവസ് എന്ന പേരുള്ള ഒരാളുടെ കല്ലറ ഈ പള്ളിയിൽ എവിടെയെങ്കിലും കണ്ടായി ഓർക്കുന്നുണ്ടോ? ഗോൺസാൽവസ് ഇവിടെ കണ്ടതായി ഞാൻ ഓർക്കുന്നില്ല. ഒരുപക്ഷെ പഴയ സിമിത്തേരിയിൽ കണ്ടേക്കും. എന്താ കാര്യം? കാര്യം വന്നിട്ട് പറയാം. ഞാൻ ആ സെമിത്തേരി വരെ പോവാണ്. എനിക്കൊരു ടോർച്ച് വേണം.
എന്താ വേണു? ഫാദർ, എനിക്ക് കുറച്ച് വെള്ളം വേണം. നോക്കൂ ഫാദർ, എന്റെ കണക്കൂട്ടൽ തെറ്റിയിട്ടില്ല. എത്രയും വേഗം ഇത് പോലീസിൽ അറിയിക്കണം. പക്ഷേ ഇതിന്റെ പേരിൽ കുരിശു ചുമക്കേണ്ടി വന്ന ദാസനെ നമുക്ക് എങ്ങനെയും രക്ഷിക്കണം ഫാദർ. ഗുഡ് ഈവനിങ്. ആരാ? I am David Anthony Fernandez. Please get me Mr. Venugopalan Rai. ഹലോ. ഹലോ മിസ്റ്റർ വേണു. കാര്യങ്ങൾ ഇപ്പോൾ വളരെ ലളിതമായിരിക്കുന്നു. ഈ പാവത്തിനെ മറന്നു കാണില്ലല്ലോ. ആ പഴയ ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. രാംദാസ് എന്ന നിരപരാധിയെ രക്ഷിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ജീവിതത്തിൽ ഒരു നല്ല കാര്യം ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ല, ഒരല്പം അത്യാഗ്രഹം കൊണ്ട് മാത്രം. രാംദാസിനെ രക്ഷിക്കാനുള്ള തെളിവ്, അതായത് മിസ്റ്റർ ഉദയവർമ്മ ഇപ്പൊ എന്റെ കൂടെയുണ്ട്. എവിടെ? എന്താ തിടുക്കമായോ? കാണിച്ചു തരാം. പക്ഷേ ദാസന്റെ ജീവന് പകരം എനിക്ക് വല്ലതും തരണം. ഞാൻ ചോദിക്കുന്നത് ആ കൊച്ചു പെട്ടി കാലത്ത് 7 മണിക്ക് സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ വന്നാൽ സത്യസന്ധമായ ഒരു ഡീൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. He is fine. Good morning, Mr. Verma. മിസ്റ്റർ വർമ്മ, മാന്യന്മാർക്കൊരു സ്വഭാവമുണ്ട്. ആരെങ്കിലും വിഷ് ചെയ്താൽ നന്ദി എന്നൊരു വാക്ക് പറയുക. എന്നോട് പരിഭവമായിരിക്കും. ഡയമണ്ട്സ് എന്റെ കയ്യിലില്ലാത്ത സ്ഥിതിക്ക് ഞാൻ നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്? ശത്രുക്കളെ ഉണ്ടാക്കുക എന്നത് എന്റെ ഒരു ഹോബി മാത്രമാണ് മിസ്റ്റർ വർമ്മ. പക്ഷേ നിങ്ങളെ ഞാനൊരു ശത്രുവാക്കാൻ ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ ഞാൻ പറഞ്ഞയക്കുന്നത്. പിന്നെ കുറച്ചുനാൾ നമ്മൾ ഒരുമിച്ച് താമസിച്ചതിന്റെ ഓർമ്മയ്ക്കായി നമുക്കൊരുമിച്ചൊരു ഫോട്ടോ എടുക്കാം.
ഡേവിഡ് ആന്റണി ഫെർണാണ്ടസ്. പാവപ്പെട്ട രാംദാസിനെ കൊല്ലണ്ട എന്നാണ് എന്റെ അഭിപ്രായം. നമുക്ക് പരസ്പരം സഹായിച്ചു കളയാം. പിന്നെ തോമസ് മാത്യു ആരാണെന്നൊരു സംശയം ബാക്കിയുണ്ട്, അല്ലേ? തോമസ് മാത്യു എന്ന പേരിൽ ഒളിവിൽ കഴിയുകയായിരുന്നു മിസ്റ്റർ ഉദയവർമ്മ. എന്നെ പറ്റിക്കാൻ കമ്മീഷണറുടെ ഒരു അടവ്. അതിന്റെ ഫലം ആ പാവം കമ്മീഷണർ അനുഭവിച്ചു. ഓക്കെ, ലെറ്റ് us കം ടു ബിസിനസ്. നാളെയാണ് വിധി. എല്ലാ തെളിവുകളും രാംദാസിനെതിരായതുകൊണ്ട് തീർച്ചയായും ആ പാവപ്പെട്ട കുട്ടിയെ വധശിക്ഷയ്ക്ക് വിധിക്കും. നമുക്ക് രാംദാസിനെ രക്ഷിക്കണ്ടേ? വേണം. ലുക്ക്, ഒരു മ്യൂച്വൽ ബിസിനസ്. എനിക്ക് വേണ്ടത് നിങ്ങളുടെ കയ്യിലുണ്ട്, ഡയമണ്ട്സ്. നിങ്ങൾക്ക് വേണ്ടത് എന്റെ കയ്യിലും, മിസ്റ്റർ വർമ്മ. എന്താ, വിശ്വാസമായില്ലേ? See this. ഓക്കെ, എപ്പോൾ, എവിടെ വെച്ച്? ന്യായമായ ചോദ്യം. വുഡ്സ് റോഡിൽ ഒരു ടെലിഫോൺ ബൂത്ത് ഉണ്ട്. അവിടെ നാളെ കാലത്ത് 7 മണിക്ക് നമുക്ക് കാണാം. ബട്ട് അതിബുദ്ധിയൊന്നും കാണിക്കരുത്. ഓക്കെ, ബിസി ആൻഡ് സ്റ്റഡി. ഇനി എന്നെ രക്ഷിക്കാൻ ദൈവത്തിന് പോലും സാധ്യമല്ല ഫാദർ. ദയവ് ചെയ്ത് നിങ്ങൾ ആരും നാളെ കോടതിയിൽ വരരുത്. ദാസനെന്നൊരാളെ പരിചയപ്പെട്ടിട്ടില്ലെന്ന് വിചാരിച്ചോളൂ. എനിക്കൊരു ഉപകാരം ചെയ്യുമോ ഫാദർ? പറയൂ. ഇന്ന് എന്റെ അച്ഛനും അമ്മ എന്നെ കാണാൻ വന്നിരുന്നു. ഒത്തിരി നേരം കഴിഞ്ഞിട്ട് അവർ പോയി. ഇതുവരെ എന്റെ അമ്മയ്ക്ക് ഒന്നും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഫാദർ. എന്റെ മുറിയിൽ ചില്ലറകൾ ഇട്ട് വെച്ചിരിക്കുന്ന ഒരു പഴയ പെട്ടിയുണ്ട്. അതെങ്ങനെയെങ്കിലും എന്റെ അമ്മയ്ക്കൊന്ന് എത്തിച്ചു കൊടുക്കണം ഫാദർ. ഇത്രയും നാൾ സാറിനെ ഉപദ്രവിച്ചതിൽ ഞങ്ങളോട് വിഷമം തോന്നരുത്. ഇല്ല. ഗുഡ് ബൈ. ഗുഡ് ബൈ. ഗുഡ് ബൈ. നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിനോട് വളരെ സ്നേഹമുണ്ട്. എവിടെ മിസ്റ്റർ വർമ്മ? ഇതാ ഇവിടെ തന്നെ ഉണ്ട്. ആ ഡയമണ്ട്സ് തന്നിട്ട് മിസ്റ്റർ വർമ്മയെ കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ.
ഡോണ്ട് മൂവ്. അബദ്ധം കാണിക്കരുത്. Sorry, Mr. Fernandez. I am going to take this. Don't move. Goodbye. വേണുമോനെ, ചക്കരക്കുട്ട, ആ പെട്ടി കൊടുത്തേ. എന്നിട്ട് പെണ്ണെ കൊണ്ട് പൊയ്ക്കോ കൂടി പോരെ. എന്താ വാടാ ഇവിടെ വെടിയും പോയി അനങ്ങരുത്. മിന്നൽ ബാബു. വേണു, നിനക്ക് വേണേ ഇപ്പൊ എന്നെ കൊല്ലാം. ദേ, അവിടെ കോടതിയിൽ ഒരാളുടെ ജീവൻ അപകടത്തില. അവനെ രക്ഷിക്കുന്നോ അതോ എന്നെ കൊല്ലുന്നോ? സമയമില്ല. ഞാനാണ് വർമ്മയെ കൊന്നത്. ഞാനത് കോടതിയിൽ തുറന്നു പറയാം. മരിക്കുന്ന മനുഷ്യന്റെ വാക്കിന് നിയമത്തിന്റെ മുന്നിൽ വിലയുണ്ട്. പഞ്ചവാരം. വളരെ സുത്യർഹമായ രീതിയിൽ ഈ കേസന്വേഷണം നടത്തി യഥാർത്ഥ കൊലപാതകയെ കോടതി മുമ്പാകെ ഹാജരാക്കാനും സംഭവത്തിന്റെ സത്യാവസ്ഥ ചോർന്നുപോകാതെ തന്നെ സാക്ഷികളെ കോടതിയിൽ ഹാജരാക്കാനും അന്വേഷണ ഉദ്യോഗസ്ഥന്മാർ, പ്രത്യേകിച്ചും സബ് ഇൻസ്പെക്ടർ ശ്രീ രാജഗോപാൽ കാണിച്ച ശുഷ്കാന്തി പ്രത്യേകം ശ്ലാഘിക്കേണ്ടിയിരിക്കുന്നു.
ധനമോഹത്താൽ ഉന്മത്തനായ പ്രതി ബഹുമാന്യനും ആരാധ്യനുമായിരുന്ന ഉദയവർമ്മയെ നിഷ്കരുണം കൊല ചെയ്യുകയാണുണ്ടായത് എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. ഈ പ്രതി കുറ്റക്കാരനാണെന്ന് സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് സാധിച്ചിട്ടുണ്ട്. കോടതിയിൽ പ്രോസിക്യൂഷന് അനുകൂലമായി ഹാജരാക്കിയിരിക്കുന്ന സാക്ഷിമൊഴികളെയോ മറ്റ് തെളിവുകളെയും വിശ്വസിക്കാതിരിക്കാൻ തക്ക യാതൊരുവിധ തെളിവുകളും ഹാജരാക്കാനോ നിർദ്ദേശിക്കാനോ പോലും പ്രതിക്ക് കഴിഞ്ഞിട്ടില്ല. ഹലോ 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 അങ്ങനെ സംശയാതീതമായി കുറ്റം തെളിയിക്കപ്പെട്ടിരിക്കുന്നതിനാൽ പ്രതി രാമദാസിനെ മരിക്കുന്നതുവരെ തൂക്കിക്കൊല്ലാൻ കോടതി വിധിച്ചിരിക്കുന്നു. ഉദയവർമ്മയെ കൊന്ന യഥാർത്ഥ കുറ്റവാളി ഞാനാണ്. മരിക്കാൻ പോകുന്ന എന്റെ മൊഴി ദയവ് ചെയ്ത് ബഹുമാനപ്പെട്ട കോടതി വിശ്വസിക്കണമെന്ന് ഞാൻ കണ്ടു, എല്ലാം ഞാൻ കണ്ടു. ഐ ആം ദി വിറ്റ്നസ്, യുവർ ഓണർ. 1000 കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുതെന്നാണല്ലോ പറഞ്ഞു കേട്ടിട്ടുള്ളത്. യുവർ ഓണർ, ഈ നിൽക്കുന്ന രാമദാസ് നിരപരാധിയാണ്. ആ കിടക്കുന്ന മനുഷ്യൻ കുറ്റവാളിയുമാണ്. ബഹുമാനപ്പെട്ട കോടതി ഇനി എന്താണാവോ ചെയ്യാൻ പോകുന്നത്?